ഏവർക്കും വെള്ളവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിച്ചുകൊണ്ട് അടുത്ത കൊല്ലിന് നാദം കാഴ്ച ബംഗ്ലാവ് ആരംഭിക്കുന്നു. സ്നേഹിതരെ, വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നാടക കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രപഞ്ചമാദ്യമുണർത്തിയ പ്രണവാകാശസ്വരൂപമേ, ആദിവചനാമൃത ദേവസംഗീതമേ, പരമാണുവിൽ പരകോടി ജീവതാളങ്ങളിൽ അനാദിമധ്യാന്ത സാഗര വീജിയിൽ ആയിരം നാവുള്ള സാന്ധ്യമൗനങ്ങളിൽ മനുഷ്യമഹാവർഗ സർഗോത്സവങ്ങളിൽ ഉണരൂ സ്നേഹനാദമാ, കാലനാദമാ, ജീവിതനാദമായി നാദപ്രവാഹമേ, നാദപ്രവാഹമേ, വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു പലരെങ്കിലും ഒന്നായി പുലരും പവിഴക്കൂടാരം. ജീവിതം കണക്കറ്റ കാഴ്ചകളുടെ കാഴ്ച ബംഗ്ലാവാണ്. കാഴ്ചകളും കാഴ്ചപ്പാടുകളും മനുഷ്യപക്ഷത്തല്ലാതാവുമ്പോൾ വികലമായ കാഴ്ചപ്പാടിന്റെ ഇരകളാകുന്നത് നമ്മൾ തന്നെ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം ജോസി ആലപ്പുഴ, ആലാപനം എടപ്പാൾ വിശ്വനാഥൻ, ശ്രീകുട്ടി പ്രശാന്ത്, ശബ്ദലേഖനം കണ്ണൻ, രവീസ് ഡിജിറ്റൽ കായംകുളം, രംഗപടം വിജയൻ കടമ്പേരി, രംഗപട സഹായി മനോജ് മൈത്രി, പരസ്യകല പ്രദീപ് നീലിമ, PRO സുജിത് സുബ്രഹ്മണ്യൻ, കേശാലങ്കാരൻ മൂർത്തി മദ്രാസ്, പട്ടണം ഷാ, പശ്ചാത്തല ശബ്ദ നിയന്ത്രണം ദാസ് കൊടുങ്ങല്ലൂർ, ദീപ സംവിധാനം മനു പയ്യന്നൂർ, രംഗമൊരുക്കുന്നവർ പ്രശാന്ത് ജി കുറുപ്പ്, ബാബു കൊടകര, ജയൻ തിരുവാതിര, ഗതാഗതം സനൽ, ഓഫീസ് നിർവഹണം സജീവ്, സഹസംവിധാനം അനിൽ നോറനാട്, അരങ്ങിൽ പൊയ്യ സജീവ്, RS അയ്യർ, ബിജു കരുവണ്ണൂർ, സരിത സജീവ്, ജീവ, പ്രശാന്ത് ജി കുറുപ്പ്. നാടകരചന പ്രദീപ് കുമാർ കാവുന്തറ, നിർമ്മാണ നിർവഹണം നാദം വൈജു, നാടക സംവിധാനം രാജീവൻ മമ്മിളി. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ചത്. ഈ പൂവന്റെ പിന്നാലെ ഓടുന്ന നേരത്തെ ചിക്കൻ സ്റ്റാൾ പോയി ചിക്കൻ വാങ്ങുന്നതല്ലേ എളുപ്പം. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. ആദ്യം പൂവിനേക്കാൾ വലുതാണല്ലോ ഗൾഫിൽ വന്ന പൂവൻ. എങ്ങനെയെങ്കിലും പിടിക്കണം അവനെ. ഉച്ചയ്ക്ക് വറുത്തരച്ച് കറി വെക്കാനുള്ളതാ. പൂവനെ അവന്റെ കഴുത്തിൽ കത്തി വെക്കാനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജീവന് വേണ്ടിയുള്ള പറക്കല. 1.5 കൊല്ലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്ന കെട്ടിയോനോടുള്ള സ്നേഹത്തിന്റെ ആക്രാന്തം. നീ പിന്നാലെ പറയാണ്ട് പോയില്ല പിടിയാ. കോഴിക്കറി ഇരുന്നു കരൽ വിഷുക്കണി,
മുമ്പ് വരെ ചിക്കിച്ചികഞ്ഞും കൊത്തിത്തിന്നും പിടക്കോയികൾക്കൊപ്പം ലീലാവിലാസത്തിൽ അറമാദിച്ച് നടന്ന പൂവൻ സ്റ്റാർ. കുറച്ചു കഴിഞ്ഞാൽ സൗമ്യയുടെ ഉറത്തരച്ച കോഴിക്കറി. ഇത്രേ ഉള്ളു ഒരു പൂവന്റെ ആയുസ്. നീ ഇന്ന് വാല് പഠിക്കാതെ അത് നന്നായി കഴുകി കറിക്കുള്ള പരുവത്തി മുറിച്ചതാ. ഞാനോ എനിക്കെന്റെ വീട്ടിൽ ഒരുപാട് ജോലിയാണ്. അതെ, നിങ്ങളുടെ ചാവട്ടൊക്കെ ഈന്ന് വന്നു കഴിഞ്ഞ് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകണ്ടേ? നീ അത് ഞാൻ പറയുന്നത് കേൾക്ക്. അത് മുറിച്ച് അത് ഇട്ടി പോയാൽ മതി. അപ്പൊ എന്റെ വീട്ടിലെ ജോലിയോ? നീ അത് ഇവിടുത്തെ ജോലി ചെയ്യണം. ഉത്തരവ്. അതൊക്കെ വീട്ടിലില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് നല്ല വറുത്തരച്ച് ചിക്കൻ കറി കൂട്ടി ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാ. ശാമേട്ടും വെച്ചു കുടിപ്പിക്കും. നീ അതിനും വന്ന് റെഡിയായി കഴിയോ? എന്റെ അനഘ പറയുന്നത് എത്ര ശരിയാ. അവൾ എന്തെങ്കിലും ഒരു കാര്യം 100 വട്ടം പറഞ്ഞാലേ ഞാൻ ചെയ്തു കൊടുക്കും. സൗമ്യച്ചി എന്തെങ്കിലും പറഞ്ഞ അവിടെ കിടന്ന് വീട് മരിക്കും. ഇനി എന്തെങ്കിലും ജോലി പറഞ്ഞാൽ സൗമ്യച്ചി കഴിക്കല്ലേ ചോദിക്കുന്നു. വണ്ടിയും കഴിഞ്ഞ് കുഴപ്പമില്ലേ ഞങ്ങൾ പെണ്ണുങ്ങള് ചുമക്കില്ലടാ. നിന്റെ അനഘയ്ക്ക് എന്താ വിശേഷം ഒന്നും ആവാതെ? അവളെ ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായി കയറിയിട്ട് അമ്മയാവുന്ന പറയുന്നത്. എന്നിട്ട് എനിക്ക് അച്ഛനായാൽ മതി. അധികം വെച്ച് നീട്ടേണ്ട കേട്ടോ. ഞാനും ശ്യാമേട്ടും കല്യാണം കഴിഞ്ഞ് 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. വേണോന്ന് വെച്ചപ്പോ ഒന്നും നടത്തുന്നില്ല. പ്രിൻസേട്ടൻ തൃശ്ശൂരിൽ ഡോക്ടർക്കാർ പറഞ്ഞിരുന്നില്ലേ? അത് ശ്യാമേട്ടൻ വന്നപ്പോ തന്നെ ഞങ്ങൾ പോയി. അവിടെ പോയാൽ ഉറപ്പാണ് പ്രിൻസിപ്പൽ റാണി ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. അവര് വരാതിരിക്കോ? ശ്യാമേട്ടൻ, സൗമ്യേച്ചി, പ്രിൻസേട്ടൻ, റാണിയേച്ചി, ഇതുപോലൊരു കൂട്ടുകെട്ട് ഈ ലോകത്ത് കാണാൻ പറ്റില്ല. ഞങ്ങള് കൂട്ടുകാരല്ലടാ, കൂടപ്പിറപ്പുകളാ. ശ്യാമേട്ടനൊന്ന് വേദനിച്ച ഞാൻ മാത്രമല്ല പ്രിൻസും റാണിയും കരയും. റാണിക്കൊന്ന് വേദനിച്ച പ്രിൻസ് മാത്രമല്ല ഞാനും ശ്യാമേട്ടനും കരയും. ഇങ്ങനെ 2 ചന്ദ്രകൾ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞില്ലാത്ത സങ്കടം. ഒരു ചിക്കൻ സൗമ്യേച്ചി, കഴിഞ്ഞ തവണ ശ്യാമേട്ടൻ വന്നപ്പോ നമ്മൾ ടൂറുമായി ഓർക്കുന്നുണ്ടോ? ആ ബോട്ട് യാത്ര മറക്കാൻ പറ്റുമോ? എന്തെല്ലാം ബഹളായിരുന്നു, പാട്ടും കൂത്തും. പിന്നെ ഡാൻസ് കളിക്കുന്നവരെ ആരും ഒരു കൂടത്തിന്റെ ഇറങ്ങിയ പറഞ്ഞാലേ അതെ, കണ്ണൂർ 4 തല്ലി വരുന്നു. അതെവിടെ ഇറക്കണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. വയറ്റിപ്പഴപ്പിന്റെ കാര്യ മക്കളെ. ഒരു പാവം കോടീശ്വരൻ. നീയേ നല്ല കമ്മീഷൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയണം. എന്താ ആഘോഷത്തിലൊക്കെ കച്ചവടം നടത്തി തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിക്കോട്ടെ. ഇവ നമ്മളൊക്കെ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇവന്റെ കോലം ഫോൺ പോക്കറ്റിട്ട് സാധനം എടുക്കണം വേഗം. അതൊക്കെ ഞാൻ ഫ്രൂട്ടി ബോട്ടിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാണിക്ക് സൗമിക്ക് യാതൊരു സംശയവും ഞാൻ ആരാ പോകാൻ ഫ്രൂട്ടി ഓടിക്കും. അവർക്ക് ഞാൻ ഒറിജിനൽ ഫ്രൂട്ട് നിങ്ങൾക്ക് ഞാൻ വാറ്റ് മിക്സ് ചെയ്ത പോയാൽ കഴിച്ചാൽ മതി. ഉഗ്രം പാറ്റ വകതിരിവില്ലാത്ത ഐറ്റം പാലൊക്കെ ഈ വക സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചുള്ളതാണ്. നീ എടുത്തോണ്ട് പറയാൻ പോയി. ഈ ചെറുത്താൻ പണി പറ്റിക്കുന്ന തോന്നുന്നു. എന്താ എന്താ ഞാനിവിടെ ഉണ്ട്. നീ ഗൾഫിൽ പോയി കുറെ കാശുണ്ടാക്കി. എന്തുണ്ടാക്കി? കാശുണ്ടാക്കി റാണി ചോദിച്ച പ്രിൻസിനോടാ. എന്താ നീ ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശുണ്ട് വലിയ ഒരു വീട് വെച്ചു. നമ്മുടെ മോനെ യുകെയിലെ കഴിച്ച് പഠിപ്പിച്ചു. എന്താ നമുക്കും ഇന്ന് മക്കളില്ലാത്തതുകൊണ്ട് എവിടേക്കും പറഞ്ഞയക്കേണ്ടി വന്നില്ല. അമ്മ കറക്റ്റ്. എന്താ നീ എനിക്ക് റാണി ഒപ്റ്റിക്കൽസ് എന്നൊരു പറ്റിക്കൽ കണ്ണടക്കറിയിട്ട് തന്നു. എന്താ പറ. നീ എന്നെ ഭാർഗവി നിലയം പോലുള്ള ആ കാഴ്ച പറ്റും നമുക്കൊരു പുതിയ വീട് വെക്കണം. 2 ആൾ പുതിയ ബിസിനസ് തുടങ്ങണം. അതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ് വേണം.
സൗമ്യക്ക് നീ ആരാ? ഞാൻ രമേശനാ. നീ ഇപ്പൊ എവിടുന്നാണ് വന്നത്? നീ പറയണ സൗമ്യക്ക് നീ ആരാ? കൂടെ പുറത്തു കൂട്ടുകാരും സഹോദരൻ. എന്റെ ശ്യാമാരാ. സൗമ്യ ഭ്രാന്തായി കാണിക്കുന്നത്. എനിക്കത് നിനക്കാ. അവൾ പറയട്ടെ. ഞാനല്ല നീയാ പറയണ്ടേ. അതല്ല റാണി, നീ എന്തായി കാണിച്ചേ? ഗ്യാസ് എടുത്ത് വെള്ളത്തിലിട്ടു. ഇതിലും പറഞ്ഞ സൈഫിനെടുത്ത് പറഞ്ഞു. ഒന്നും മിണ്ടില്ലടാ. ഞാൻ ഇവനോട് ചോദിച്ചു ക്ലിയർ ചെയ്യട്ടെ. നീ പറയടാ ആരാ ശ്യാം? ശ്യാമും നീയും എന്റെ റാണിയുടെയും ജീവനം. 4 പേര് എസ്സേ പോലെ പറയേണ്ട ഉത്തരം ഒറ്റ വാക്ക് തീർത്ത് കളഞ്ഞ് മുടുക്കൻ. എല്ലാത്തിനും സൈഫിനെ പറഞ്ഞാൽ മതി. ശരിയാണെന്ന് പറയുന്നില്ല. അവൻ ഞങ്ങളുടെ മുത്ത മുത്തക്കുടം. ഇവിടെ നിങ്ങൾ കാണുന്നില്ലല്ലോ. അതി ഒഴിച്ച് പോയെന്നാ തോന്നുന്നത്. സൗമ്യ എനിക്ക് എന്തായാലും എന്നോട് പറഞ്ഞാൽ പോലെ എന്തിനാ അവനെ കൊന്നെങ്കിലും പിടിക്കുന്നത്? ഇല്ലാത്ത ദൈവം വാരി കോരി കൊടുക്കും. ഇല്ലാത്തവർക്കൊന്നുമില്ല. നമ്മളെ അത്ര ചെയ്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ലല്ലോ. 20 വയസ്സായ മോനുള്ള ഈ റാണി വീണ്ടും ഗർഭിണിയാണ്. അശ്രദ്ധ പറ്റിപ്പോയതാ അല്ലേ പ്രിൻസേ? റാണി, നീ ആ കാര്യം സൗമ്യോട് പറഞ്ഞു. പറഞ്ഞു. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ ഞാനങ്ങ് പറഞ്ഞു പോയല്ലോ. എനിക്ക് സങ്കടം വരുന്നു. എന്തിന് നമ്മുടെ കൂട്ടുകാരുടെ കുട്ടികളെ ഉണ്ടാകുമ്പോ നമ്മൾ സന്തോഷിക്കല്ലേ? ഉറപ്പായിട്ട് നമ്മൾ സന്തോഷിക്കും. എന്തിനാ നീ കരയും? നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കുട്ടികളുണ്ടാകുമ്പോ അസൂയപ്പെടുകയാണോ വേണ്ടത്? സൗമ്യ കരയുന്നത് അസൂയ കൊണ്ടൊന്നുമല്ല. 2 മാസം മുമ്പ് ആരും അറിയാതെ ഞങ്ങൾ അതിനെ അബോർട്ട് ചെയ്തു. റാണി, നീ അതും പറഞ്ഞു. പറയുമ്പോ പിന്നെ എല്ലാം പറയണ്ടേ? ഞാനത് പറഞ്ഞപ്പോ ശ്യാമിന്റെ സൗമ്യ എന്നോട് പറയുക ഞാൻ നശിപ്പിച്ചത് അതിനെ ഞങ്ങൾക്ക് തന്നുകൂടായിരുന്നു. നമ്മളെന്താ ചിന്തിക്കാതിരുന്നത്? റാണി, ഈ വിനോദയാത്ര നീ കുറവാക്കുമല്ലേ? ആ കുഞ്ഞിനെ നമുക്ക് തന്നിരുന്നെങ്കിലോ? ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ. നിനക്കൊരു കാണിക്കുണ്ടായി കുഞ്ഞിനെ ഞങ്ങൾക്ക് തരാം. എന്തുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത്? എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു? ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. 10-20 വയസ്സായ മോനുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായ അവനത് നാണക്കേടല്ലേ? അവനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ ആരും അറിയാതെ ഞങ്ങളത് ഇല്ലാതാക്കിയത്. കുഞ്ഞിനെ വയറ്റിൽ വെച്ച് പുറത്ത് വെച്ച് കൊല്ലുന്നവർക്ക് അറിയില്ലല്ലോ. കുഞ്ഞില്ലാത്ത എടാ, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. എനിക്കത് സഹിക്കാൻ ആവില്ല. സങ്കടമുണ്ട് മനസ്സിൽ, സങ്കടമുണ്ട്. നീ എന്റെ അനിയത്തിയല്ലേ? എന്നോട് ഒരു വിഷമം തോന്നുന്നു. നമ്മൾ 4 പേർക്കുള്ളിൽ ഒരിക്കലും ഒരു ഇഷ്ടക്കുറവുണ്ടാവില്ല. ശ്യാം നാളെ ഗൾഫിലേക്ക് പോകുമല്ലേ? അവൻ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഡോക്ടറെ ഞങ്ങൾ കണ്ടുപിടിക്കും. ഈ രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിന്നെയും ശ്യാമിനെയും ഞങ്ങൾ കൊണ്ടുപോകും. നോക്ക്, ഉറപ്പാണ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും. നിങ്ങൾ അതിനുവേണ്ടി മെഡിസിൻ കഴിക്കുമ്പോൾ ഞാനും റാണിയും കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. നിങ്ങളെ ചോര പിടിക്കാൻ ഒന്നമാവും വരുന്നുണ്ട്. കുട്ടി എവിടെ പോയി? പരാതകരമാകത്തൊന്നും കാണുന്നില്ലല്ലോ. ചക്കരക്കുട്ടി കൈ മുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പോവാട്ടോ. നീ പോവല്ലേ? ഞാനൊന്ന് പൊടിച്ചെടുത്തോട്ടെ. മല്ലിയും തേങ്ങയും പറക്കരച്ചതിന്റെ മണം വരുന്നുണ്ടല്ലോ. സൗമ്യക്കുട്ടി അടുക്കളയിലാണല്ലേ? മണം പിടിച്ച് വരുന്നുണ്ട് കിളവ്. രമേശ,
ഓ റാണി ഇപ്പൊ വരും, നിനക്ക് എങ്ങോട്ട് പോവാ? മൂന്നക്കണ്ണ വെച്ചിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് കാണില്ലേ? നീ കളിച്ച് കളിച്ച് അടുക്കള വരെ എത്തിയതേടാ. ശ്യാമളം കാലത്ത് എങ്ങോട്ടോ നോക്കുന്നത് ഞാൻ കണ്ടു. നീ സൗമ്യക്കുട്ടിയുടെ കൂടെ തൊടിയിലൂടെ ഓടുന്നതും ഞാൻ കണ്ടു. അടുത്ത വീട്ടിലാരൊക്കെ വരുന്നേ പോകുന്ന നോക്കലല്ലേ നിങ്ങളുടെ ജോലി? സർക്കാർ എവിടെ നോക്കിയോ കടമെടുത്ത് ഞങ്ങൾക്ക് വാർദ്ധക്യപ്പെട്ടെടുത്ത് എന്തിനാ നീയൊക്കെ മന്ത്രിയാണെന്നോ നോക്കാറാ. ഇതൊന്നും ശരിയല്ല കേട്ടോ. ശ്യാമളം ഗൾഫിൽ വന്ന സ്ഥിതിക്കെങ്കിലും നിന്റെ ഈ ചുറ്റിക്കളി അവസാനിപ്പിക്കണമാ. ഒരുമാതിരി മറ്റൊരു പത്താൻ പറഞ്ഞാലല്ലോ പ്രായത്തെ മുട്ടാന്ന് ഞാൻ നോക്കത്തില്ല. എന്നോട് നോക്കുമ്പോ ഇപ്പോഴും അടിക്കാനും പിടിക്കാനൊക്കെ കരുത്തുള്ള ശരീരമായിട്ട് അത് തെളിയിക്കേണ്ട ഒരു അവസരം ആരും തരുന്നില്ല. വീട്ടിൽ ചൊറിയും കുത്തിരിക്കുന്ന നിന്റെ അച്ഛനോട് അമ്മയോട് ചോദിച്ചാൽ മതി. ആയ കാലത്ത് ഞാൻ ആരായിരുന്നു. നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലൂടെ വഴി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിന്റെ അമ്മ പറഞ്ഞതാ. ആയ കാലത്ത് ആരായിരുന്നോ തെറ്റി അമ്മ. ഇനി ഞാനിവിടെ നിന്നാലേ ഇയാളെ എടുത്തിട്ടറിയും ഞാൻ പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ വിളിച്ചാൽ മതി. ഓക്സോ കേസിൽപ്പെടുത്തി അകത്താറ്റാണ്. സ്വാമിക്കുട്ടിയെ സഹായിക്കാൻ ഞാനില്ലേ. പിന്നെ ശ്യാമളൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് ഈ ചെറുപ്പക്കാർ കുട്ടികൾക്ക് വീട്ടിനകത്ത് കയറ്റത് നാട്ടുകാർ വേണ്ടാത്ത ബോധങ്ങളൊക്കെ പറഞ്ഞു നടക്കും. വൃത്തിയോട്ടോ സൗമ്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയതാവും. നിന്റെ ശ്യാമൻ ഇപ്പോ കോമളനായി വരുന്നുണ്ട്. പിടിക്ക് നിന്റെ പടത്തരച്ച ചിക്കൻ കറി ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് തരുമോ ചിക്കൻ കറി? പടത്തരച്ചത് അമ്മ വീട്ടിലേക്ക് പോയത് ഞാൻ കറിയാൻ കൊണ്ട് കൊടുത്തു. നീ ഇവിടെ തരച്ചല്ലേ? അല്ല സവാള ഞാൻ അരിഞ്ഞാണ്. വേണ്ടമാവ അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താൽ എന്താ കുഴപ്പം? എന്റെ കുഞ്ഞായി കുട്ടിക്കൊരു സഹായമാവല്ലേ? ഞാൻ എന്തൊരു ബുദ്ധിമുട്ടില്ല. അല്ല നാടൻ കോഴിയല്ലേ? കോഴിയുടെ 2 തുടഭാഗവും ചാവളവും കൊടുക്കണം. നല്ലതാ. ഈ മുരിങ്ങയൊക്കെ പാതി വേവിച്ച് ചെറിയുള്ളി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. പടപടാതെ കുഞ്ഞുങ്ങളുണ്ടാവും. റാണി ഇതുവരെ കാണുന്നില്ല. അല്ല തോന്നുമോളെ നിങ്ങൾ ലാസ്റ്റ് ആ കുഴപ്പം ശ്യാമനാണോ? ഞങ്ങളിൽ ആർക്കും ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ ഇപ്പൊ അമ്മാവനാണല്ലോ. ഇതെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അതെ സവാൾ അരിയുമ്പോ എല്ലാവർക്കും കണ്ണിൽ വെള്ളം ചാടും. എന്നാൽ എനിക്ക് സവാൾ അരിയുമ്പോ ഇക്കിളിയാവും ചിരി വരും. അതൊരു വല്ലാത്ത സൂക്കേടാണല്ലോ. സവാള ഞാൻ അരിഞ്ഞോളാം. സൗമ്യമോളുടെ കയ്യിൽ എന്റെ വിരലിൽ തൊട്ടപ്പോ ഒരു 10 വയസ്സ് കുറച്ച മതി. അത് മോളെ നീ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോളായിരുന്നല്ലേ? പാവങ്ങളിൽ അപ്പുപോയി ബന്ധുക്കളായിട്ട് ആരും ഇല്ലാതെ കേട്ടു. സങ്കടപ്പെടേണ്ട, ഞാനുണ്ട്. സ്വന്തമായിട്ട് വീടും സ്ഥലമൊന്നുമില്ല. വാടക വീട്ടിൽ കിടന്ന അച്ഛനും അമ്മയും പറ്റുമല്ലേ? എന്റെ ബയോഡേറ്റ മുഴുവനും അറിഞ്ഞു വെച്ചിരിക്കുകയാണ്. നീ പാവം ശ്യാമളന്റെ കഴുത്ത് വിട്ടു. അവൻ പറ്റും. ഭാഗ്യം ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ നോക്കിയല്ലോ. സോറി ഒപ്പിക്കൽസ് ആയില്ല. കസ്റ്റമേഴ്സിന്റെ തിരക്ക്. പിന്നെ നമ്മുടെ രമേശന്റെ അനിൽ അവിടെ പിടിച്ചിട്ട് കഴിഞ്ഞു പോകുന്നത്. ഇനി അവിടെ നോക്കൂ. സൗമ്യമോളെ അതെ ഈ അച്ചായത്തിമാരുമായിട്ട് ഞങ്ങാത്തുന്നതല്ല കേട്ടോ. ഓന്നിവിടെ നിന്റെ ചോര കുടിക്കുന്നുണ്ടായിരുന്നു. കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുമ്പോഴും പെണ്ണുങ്ങളെ നട്ടിക്കൂടുക ഞാനിവിടെ കൂട്ടാൻ വന്നതല്ല. പിന്നെ എന്തോ തിരി വന്നതാ. എന്റെ മരുമോൻ പ്രബലം പ്രബലൻ അവന് വ്യാമോഹം നടക്കില്ല. ഈ സവോള പ്രബലനൊന്നും വിചാരിച്ചാലേ അത് സ്വന്തമാക്കും. ഓലക്കം ഈ വീടിനും തരത്തി ശ്യാമളനോട് പ്രബലനത്തിന് വില പറഞ്ഞതോ 15 ലക്ഷം. 50 ലക്ഷം രൂപ കിട്ടിയാലേ ഞങ്ങൾ കൊടുക്കും. അതുപോലെ നീയാലോ ഇതിന്റെ തറവാട്ട് വല്ലതും കെട്ടണം. ശ്യാമളന് കുടുംബത്തൊക്കെ കിട്ടിയതല്ലേ? ആകെയുള്ള 10 തെറ്റിലും 6 തെറ്റിലും ആരുടെയും പോലെ ഒരു വീട്. പൂമുഖത്തുനിന്ന് വിളിച്ചാൽ അടുക്കള കേൾക്കില്ല. സൗമ്യക്കുട്ടി വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? സൗമ്യക്കുട്ടി ശ്യാമ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കുന്നത് ഒന്നപ്പാവൻ നോക്കണ്ട. പ്രബലൻ ഇത് ചുരുമ്പി കച്ചവടാക്കി കൊടുക്കാമെന്ന് മോഹിക്കാൻ പ്രബലൻ ഒരു സ്ഥലത്തിന് വില പറഞ്ഞാലേ അതിന് മുകളിൽ ആരും വില പറയില്ല. പറഞ്ഞാലും കച്ചവടം നടക്കില്ല. അതിനൊക്കെയുള്ള തന്ത്രം എന്റെ പ്രബലൻ അറിയാം. പ്രബലൻ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിട്ടൊന്നും ഇവിടെ വില പോയില്ല. എന്റെ അപ്പന്റെ നമ്പർ തട്ടിക്കടിച്ചിട്ട് എന്റെ കഴുത്ത കോഴിക്കല്ല പറ്റിപ്പിടി. എന്റെ പ്രബലനാണെന്ന് കാണിച്ചിരുന്നു. അവൻ ഇന്നോവാരം കിട്ടും. ഓരോന്ന് പറഞ്ഞു ഒരു നയനസുഖത്തിന് വരുന്ന പ്രബലോട് പറഞ്ഞു കൊടുക്കും. അവൻ ചെട്ടിയ ഈ വീട് കച്ചവടമാകാൻ തന്നെ അവൻ പിന്നിൽ നിന്ന് കളിക്കുന്നോണ്ടാ. ഇത് പൊളിച്ചു വിറ്റാൽ ലക്ഷക്കണക്കിന്
അപ്പൊ പറഞ്ഞ കാര്യം പറയണം. ഹലോ, രണ്ടുപേരുടെ വെടിമറിച്ചിന് കഴിഞ്ഞില്ലേ? സൗമ്യയുടെ കോഴിക്കറി റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സ്പീക്കർ ഇട്ടോ, ശ്യാം കൂടി കേക്കട്ടെ. ആ പറഞ്ഞോ. അവനെ കൊണ്ട് പറ്റുപോലെ നോക്കട്ടെ. അവൻ വലിയ സമർത്ഥനും നമ്മൾ പൊട്ടന്മാരെന്ന് തോന്നല്ലോ. ആ പ്രബലം താങ്കളിൽ എത്തിയിട്ടുണ്ട്. പറ്റിയാൽ ഞങ്ങളൊന്ന് കാണും. എന്താ വാർത്തരച്ച ചിക്കൻ കറിയുടെ അന്യായ മണം? അതെന്റെ സൗമ്യ പൊളിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ. കൊതി വരുന്നതേ, കൊതി വരുന്നു. നീ പങ്കച്ചോ, ഞങ്ങൾ പങ്കെടുത്തു. പ്രബലം പറഞ്ഞ കാശിന് എന്തായാലും നിന്റെ തറവാട് നമ്മൾ വിൽക്കുന്നില്ല. അവിടെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്ക് ജീവിച്ചു പോകാൻ കിട്ടുന്നില്ലല്ലോ. അല്ല അത് പിന്നെ നീ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ആദ്യം ട്രീറ്റ്മെന്റ് നടക്കട്ടെ, പിന്നൊരു കുഞ്ഞ്, ബാക്കിയൊക്കെ പിന്നെ നോക്കണം. ഞാനോട് ഇത്രയും തീരുമാനിച്ചിട്ട് മറ്റൊന്നും കൊണ്ടല്ല. ആ വലിയ വീട്ടിൽ സൗമ്യയെ തരിച്ചാക്കി പോകാൻ പറ്റാത്തതുണ്ടല്ലേ? അതല്ല, പിന്നെ അച്ഛൻ ആ പ്രോപ്പർട്ടി ഉണ്ടാക്കി വെച്ച ബാങ്കിലെ ബാധ്യത അത് നീ തീർത്ത് ആധാരം ബാങ്കിന് തിരിച്ചെടുത്താലേ? അതെ, അത് എടുക്കാൻ വേണ്ടി നമ്മുടെ രമേശന്റെ കയ്യിൽ നിന്ന് ഞാൻ 20 ലക്ഷം രൂപ തിരിച്ചിട്ടുണ്ട്. ആണോ? അവന്റെ ഭാര്യയെ സ്കൂളിൽ ചേർക്കാൻ വെച്ച കാശ് അവൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അവൾ ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് ഉറപ്പായാൽ അപ്പ കൊടുക്കേണ്ടത്. ഒരു അനിയനെ പോലെ എന്ത് കാലത്തിന് വീട്ടിലേക്ക് ഓടി വരുന്നവൻ അവന്റെ ആവശ്യം വരുമ്പോൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മരിക്കുന്നതാണ് നല്ലത്. എന്നാ പിന്നെ കോപ്പോ പിന്നത്തെ കാരണ ഇപ്പൊ തന്നെ മരിക്കും. അല്ല പിന്നെ ഇവിടെ ഒരു പ്രതിസന്ധി വരുമ്പോ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കില്ലേ? അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നല്ല ചിന്തിക്കേണ്ടത്. ആത്മാർത്ഥതയുള്ള കൂട്ടുകാരില്ലാത്തവരാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. നീ എങ്ങനെയാണോ കണ്ടേ? ഞാനിവിടെ കൂടെ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ ഞാൻ നിന്റെ അടുത്തേക്കല്ലേ ഓടി വന്നത്. നീ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഇവിടെ വരെ എത്തിയത്. ജീവിതത്തിൽ വീഴാൻ തുടങ്ങുമ്പോ കൂട്ടിപ്പിടിക്കാൻ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ആരും ജീവിതത്തിൽ വഴിതെറ്റി പോകില്ല. അങ്ങനെ ഒരാള് നിനക്കില്ലാതെ തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണം. ഈ ചൂടാവല്ലേ, നീയും റാണിയും തന്നെയാണ് എന്റെ സൗമ്യനെ കരുതാം. അങ്ങനെ ഒരു ധൈര്യം നിനക്കുണ്ടെങ്കിൽ ഈ വർദ്ധന നീ പറയൂ. എനിക്ക് എല്ലാവരുടെ ഒരു കാര്യം പറയാനുള്ളൂ. കല്യാണം കഴിക്കാൻ പെണ്ണന്വേഷിച്ച് നടക്കുന്നതിന് മുമ്പ് സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കെട്ടുപൊട്ടി താഴോട്ട് പോകുന്ന ഒരു നിമിഷം ഏത് മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാവും. അപ്പോ കോവലയുടെ ചങ്കയെന്ന് പറഞ്ഞു അവനവന്റെ ജീവിതം തന്നെ മറന്ന് മാറോട് ചേർത്ത് ഇങ്ങനൊരു പിടുത്തമുണ്ട്. നമുക്ക് രണ്ടാം ജന്മം തരുന്നൊരു പിടുത്തം. അവനാണ് ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. അതുപോലെ ഓടിയെത്താൻ നമുക്ക് ജന്മം നൽകിയ അപ്പനോ അമ്മയ്ക്കോ വീട്ടിലിരിക്കുന്ന പങ്കാളിക്കോ പറ്റിയെന്ന് വരില്ല. കൂട്ടുകാർ കാറ്റ് പോലെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയും കാണും. സ്നേഹത്തെളിനീര് സൗഹൃദമിളങ്കാറ്റ് നിറസ്നേഹത്തെളിനീര് തീരാതരുതൽ കളിവീട് തോരാ മഴയുടെ ചെറുക്കുളിര് സൗഹൃദം സാഗരമാ സാഗരം നമ്മുടെയൊക്കെ ജീവിതം സുരക്ഷിതമാകുന്നത് സത്യസന്ധമായ സൗഹൃദത്തിലൂടെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്ന റാണിയെയും സൗമ്യയും പോലുള്ള പങ്കാളികൾ കിട്ടാൻ. അതുകൊണ്ട് എന്റെ കൊണ്ടുവന്ന് ശ്രമിക്കുന്ന എല്ലാ ശരിയാവും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും.
അന്ത്യനാളെ വരെ തമരാത യാത്രകളുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജന്മം കിട്ടിയത് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനാണ്, അല്ലാതെ മരണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള പൊട്ട. എന്റെ അപ്പോ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതെല്ലാം പിൻവലിക്കും. എന്തൊരു പ്രസംഗം നടക്കുന്നത്. ദാ വരുന്നൊരു കാറ്റുകളുടെ കൂട്ടുകാർ, നീ അവനാണ് ഉപദേശം കൊടുക്കുന്നത്. ഹലോ, സോറി 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 സോറി. അതെ, ഞാൻ വേറെ ഓട്ടത്തിലായി പോയി, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. സോറി. ഞാൻ വന്നിട്ട് എത്ര ദിവസമാണ് നിനക്ക് എന്റെ ഒന്ന് വന്ന് കാണാൻ തോന്നിയത്? ഓഹോ, ജീവിതം അങ്ങനെ ഓട്ടപ്പാച്ചിലല്ലേ? അതുകൊണ്ട് ഓരോ തവണ പോയി വരുമ്പോഴും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശരിയാണല്ലോ. കഴിഞ്ഞ തവണ നീ വന്നപ്പോ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ ആ ബോട്ട് യാത്രയൊക്കെ മറക്കാൻ എന്റെ പൊന്നെ, അത് ഓർമ്മിക്കല്ലേ? അത് കടിഞ്ഞായിട്ടില്ലേ, ഞങ്ങൾ തൊട്ടിട്ടില്ലേ? കള്ളം കുടിച്ചാലുള്ള കോപ്രായം സൗമ്യ റാണിയും രണ്ടുപേരും കാണിച്ചു. സംഗതി എനിക്കൊരു അബദ്ധം പറ്റിയതാണെങ്കിൽ രണ്ടുപേരും അന്വേഷണം കൊടുക്കില്ല. ആ കാര്യത്തില് നിങ്ങൾ എന്നെ അഭിനന്ദിക്കരുത്. ഗണേശൻ ആ വീഡിയോ കാണിച്ചപ്പോ സൗമ്യ എന്നെ കൊന്നില്ലെന്നും കള്ളു കുടിച്ചതിന്റെ കുറ്റബോധത്തിലെ റാണി ഞാൻ അറിയാതെ കുമ്പസരിക്കുന്നേ അച്ഛനാണെങ്കിൽ ചിരിയോട് ചിരി. പിന്നെ പാലാപ്പള്ളി എവിടെ സൗമ്യ അപ്പോ ആ പിന്നെ സൗമ്യ റാണി വിളിച്ചിരുന്നു. നല്ല അസല് വറുത്തരച്ച ചിക്കൻ കറിയുടെ വന്നിട്ട് പോട്ടെ. പിന്നെ പോകണ്ടേ? എടാ നമുക്ക് ചെറിയ ബോട്ടിൽ തുടങ്ങി. മുമ്പ് ഗൾഫിൽ കുറെ ബോട്ടിൽ കൂടി എടുക്കുമ്പോൾ നമുക്ക് നോക്കാമേ. സൗമ്യ ഒപ്പം നിർത്താം. അവളുടെ വറുത്തരച്ച കോഴിക്കറി മാത്രം മതി രക്ഷപ്പെടാം. എനിക്കിനി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ ഒരു താല്പര്യമില്ല. നമുക്ക് ആ വഴിക്കും ചിന്തിക്കാതാ. വിജയിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ആലോചിക്കാതെ ഇതാ സേഫിൽ വരുന്ന ഫോൺ കോളുകളിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അത് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചേ പറ്റും. ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചു. നിങ്ങൾ എന്ത് കളിയായി കളിക്കുന്നത്? ഒരു പണിക്കും പോവില്ല, 5 പൈസ വരുമാനമില്ല, തള്ളിനാണെങ്കിൽ ഒരു കുറവുമില്ല. എന്നെ കുട്ടികളെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടെ. ഇല്ലെങ്കിൽ നമ്മളെ മക്കൾ പട്ടിണി കിടന്ന് ചത്തു നോക്കുക. ഇന്ന് കുഞ്ഞുമോളെ പിറന്നാളല്ലേ, വാപ്പ കേക്കും കൊണ്ട് വരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക. ഒരു 10-200 രൂപ കൊടുത്താൽ ഒരു ചെറിയ കേക്കെങ്കിലും കിട്ടില്ലേ? ഒരു ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ എത്ര കാലമായി കുഞ്ഞുങ്ങൾ പറയുന്നു. പെരുന്നാളിന് പോലും മക്കൾക്ക് പുതിയ കുപ്പായം വാങ്ങിക്കൊടുത്തിട്ടില്ല. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കുമ്പോ മക്കൾ ഓർമ്മ വരില്ലേ? അവരോടെങ്കിലും നമ്മുടെ കഷ്ടപ്പാട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇങ്ങൊക്കെ മിണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇങ്ങളെ നാളെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആരോടും പുറത്തൊന്നും പറയാത്തത്. നമ്മളെപ്പോലെ ഒരു കുടുംബം ഈ നാട്ടിലുണ്ടാവില്ല. ബാപ്പ ഇപ്പൊ കേക്ക് കൊണ്ട് വരുമെന്ന് വിചാരിച്ച് വഴിയിലേക്ക് നോക്കി നിൽക്കണം. കുഞ്ഞുമോളെ കാണുമ്പോ കൽപ്പ് വെന്തു പോവുക. സങ്കടം പറഞ്ഞ് നിങ്ങളെ കരയിപ്പിക്കുന്നില്ല. ഞാൻ ആരും കാണാണ്ട് കഴിഞ്ഞോളൂ. എന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. എത്രയും പെട്ടെന്ന് എന്റെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ആ കുടുംബം പട്ടിണി കിടന്ന് ചത്തുപോകും. ഒരു വാക്ക് ഞങ്ങളോട് പറയുന്നില്ലേ? ഭാര്യയും മക്കളെ പട്ടിണി കിട്ടുന്നല്ലേ നീ ഞങ്ങളോട് വന്നത്? നയാ പൈസക്ക് ഗതിയില്ലാത്ത നീ എന്തിനാണ് ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചത്? നിന്നെ ഇനി ഏതായാലും ഇവിടെ നിർത്താൻ പ്രശ്നമില്ല. നിന്നെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചിട്ട് എന്ന കാര്യം ഇതെനിക്കട്ടോ ചെല്ലട കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കേക്ക് ബിരിയാണി പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു. ചെല്ലട. എനിക്ക് പറയാനുള്ള മടിയുണ്ട. പഠിച്ചോണേ നിങ്ങളെല്ലാം പുറക്കരുത്. അതല്ല അപ്പോ ഉച്ചയ്ക്ക് വറുത്തരച്ച ചിക്കൻ കറി കൊണ്ട് ചോറിനാൻ ചെല്ലാൻ സൗകര്യം. അത് ഞങ്ങൾ നിന്റെ ബാപ്പാന്റെ കവറത്തിൽ വെച്ചോളാം. അതോ പറഞ്ഞു വന്നല്ലേ ഞാൻ ഇപ്പൊ ചായക്കട ഇരിക്കുന്നു. സൗമ്യ ഞങ്ങൾ അറിഞ്ഞ നീ എല്ലായിടത്ത് വെച്ചോ. കഴിക്കുമോ? മരുന്ന് കഴിക്കുമ്പോ കഴിക്കുമോ? പിന്നെ എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രിൻസിൽ കൂടി നിർത്തിയിരിക്കുക. നിങ്ങൾ കുടിച്ച ദിവസം ഞങ്ങൾ നിർത്തിയില്ലേ? പിന്നെ വരുന്ന ഒരിക്കൽ ഞങ്ങൾ പ്രബലത്തിൽ വെക്കുന്നു. സമയങ്ങളെ ഞാൻ പോവാം.
രണ്ടാളും ഇത് എവിടെ പോയി കിടക്കുക? ഭക്ഷണം കഴിക്കാൻ വരാത്തോട്ട് 2-3 മണിക്കൂറായില്ലേ? സേഫ് ചിലപ്പോ അവരുടെ കൂടെ കാണും. ഞാൻ വിളിച്ചു നോക്കട്ടെ. വിളിക്കും. അവനെയും നമ്മൾ ഊണ് കഴിക്കാൻ വിളിച്ചാല് ബെസ്റ്റ് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. എന്താണ് ഈ രണ്ടാളും ഫോൺ എടുക്കാത്തെ? അവന് കുറച്ചു നാളായില്ലേ മദ്യപിച്ചിട്ട്. ചിലപ്പം കമ്പനി കുടിക്കണം. കഴിക്കില്ല. പറയാൻ പറ്റില്ല. അടിച്ച് കൊണ്ടുവരും എവിടെയെങ്കിലും ഇപ്പോഴെങ്കിലോ. ശ്യാമയുടെ ട്രീറ്റ്മെന്റ് ഭാഗമായി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മദ്യപിക്കില്ല. ഫ്രണ്ട്സ് കഴിച്ചിട്ടില്ല എന്ന് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ രണ്ടാളും എന്തോ തെരഞ്ഞെടുപ്പ് ഓഫീസുണ്ട്. ഇത്തിരി വൈകാരിക്ക് വരുമല്ലോ. ബാക്കി നമുക്ക് അപ്പ കൊടുക്കാം. എനിക്ക് ആകെ ടെൻഷൻ ആവുന്നതാണ്. നീ ചുമ്മാ ടെൻഷൻ അടിച്ചോണ്ട് മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല. തൃശ്ശൂരത്തെ ഡോക്ടർ 100% ഒപ്പം നേരെ. നീ അമ്മയാവോടി. വരുന്ന വഴിക്ക് ആ പ്രബലിനെ കാണാൻ കയറുമെന്ന് പറഞ്ഞു. ആ അത് ശരിയാ. ആ നാറിയെ കണ്ട് 2 വർത്തമാനം പറയാൻ രണ്ടുപേരും പറ്റാ. അയ്യോ വല്ല വാക്കുതർക്കോ അടിയോ പിടിയോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ആണുങ്ങളല്ലേ ചിലപ്പോ അടിയൊക്കെ ഉണ്ടായിരുന്നില്ല. നീ എത്ര സിമ്പിൾ ആയിട്ടേ പറയുന്നത്. നിനക്കൊരു പേടിയില്ലേ? എന്തിന്? നീ ചെന്ന് കുളിക്കാനോ? അവരിങ്ങ് വരും. എടീ ഞാൻ ആ പ്രബലിനെ ഒന്ന് വിളിച്ചാലോ? ഓ ആ നാറിയുടെ നമ്പർ നിന്റെ ഉണ്ടോ? എന്റെ ഇല്ല, രമേശന്റെ ഉണ്ടാവും. അവനെ വിളിച്ചു നോക്കായിരുന്നു. അവനെയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതല്ലേ. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഒരു പക്ഷെ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് അവൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലോ? ഞാനവര് വീട്ടിൽ പോയി നോക്കട്ടെ. കർത്താവേ, സൗമ്യയുടെ ടെൻഷൻ കാണുമ്പോ എനിക്കും ടെൻഷൻ ആവുക. പാവം കോഴി ഓടിച്ചിട്ട് പിടിച്ച് വറുത്തരച്ച് കോഴിക്കറി ഉണ്ടാക്കിയിട്ട് എത്ര നേരമായിട്ട് കാത്തിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ചുമ്മാ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. ഓ അനക്ക് നമുക്ക് പോവാൻ സമയം. ഹലോ അനക്ക, ആ നീ ഷോപ്പ് കൂട്ടി ആയിക്കോ. ഞാനിവിടെ സൗമ്യയുടെ വീട്ടിലുണ്ട്. താക്കോലിവിടെ തന്നാ മതി. ശരിയല്ലേ? ഓക്കെ. രമേശനെ കണ്ടോ? അവിടെ ഒന്നും ആരുമില്ല. വീട് അടച്ചു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഷോപ്പ് കൂട്ടി വരും. അവരെ കാത്ത് നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കണം അവർ മനസ്സിലാക്കണ്ടേ? ഓ ഭാഗ്യം ദേ വന്നു. എവിടെ പോയി കിടക്കായിരുന്നു? വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിന്റെ ഫോണിൽ സ്വിച്ച് ഓഫ്. രണ്ടാളും അവിടെ. നിനക്ക് സമാധാനമല്ലേ? ചെന്ന് കുളിക്കാൻ നോക്കി. അല്ല എല്ലാവർക്കും ഭക്ഷണം പിറന്നു കൊടുത്തിട്ട് കുളിച്ചാ പോലെ. എന്താണ് ഇത്രയും വൈകിയത്? നീ ചെന്ന് കുളിക്ക്. നമുക്കൊന്നിച്ച് കഴിക്കാം. ആ അല്ലെ കുളിക്കൊന്നും വേണ്ട. അയ്യങ്കാരും പോകാൻ കഴിയാതെ മറ്റൊരു വിശക്കുന്നുണ്ട്. സൈബേ, നിനക്കിതൊരു ടെൻഷൻ. സൈബ എന്താ? അവരുടെ സൈബേ പ്രിൻസും ശ്യാമും കൂടി ബൈക്കിൽ ഇങ്ങോട്ട് വരിക. പെട്ടെന്നൊരു പട്ടി പോവുക ചാടി. പ്രിൻസ് ബ്രേക്ക് ഇട്ടത് പിറകിലിരുന്ന ശ്യാം എടുത്ത് റോഡിലേക്ക് പോയി. എതിരെ വന്നൊരു പ്രൈവറ്റ് ബസ് അവന്റെ നെറ്റിലൂടെ കയറിയത്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ശ്യാം അവന്റെ വഴി കളിച്ചിട്ട് വന്നതേടാ.
ഇനി അഴലിൻ കാലൽ കാലമോ ഇണയും തുണയും മറയവേ ഇതിലേ അലയാ ഇവൾ മാത്രമോ ദൂരവിൻ കോണിലെ ഏകതാരകേ ഇനിയരികെ നെഞ്ചുയിലാടാവായോ മഴമുഖിൽ കനവിലെ ചിറകുകൾ കൊഴിഞ്ഞു പോയി. ഉയിരും ഉടലും ഒരുമയിൽ ഇരുപേരിവിടെ നടന്നില്ലയോ സത്യ ഹൃദയം പേരിയവേ ശ്രുതിയും സ്വരവും ഇടറുന്നു വേദനീ വേവുമീ ജീവചാരുതേ വിരഹനിലാ തിങ്കൾ അകലെ മാനേ മഴമുഖി കനവിലെ ചിറകുകൾ കൊഴിഞ്ഞു പോയി പാഴ്വിരലേ നീർമൊഴി തേങ്ങി തെന്നൽ തനിയേ നമ്മളെ രാമൻ ചത്തുപോയി വെച്ച് നീ സങ്കടപ്പെടണം. നമ്മളൊക്കെ ഇല്ലേ നീ എന്തിനാ മോളെ പ്രിൻസിന്റെ വീട്ടിലേക്ക് പോകുന്നത്? രാവിലെ തറവാട്ട് വീട്ടിൽ നിന്ന് നിനക്ക് എന്തായിരുന്നു ഒരു കുറവ്? നിനക്ക് രാവിലെ കിടക്കാൻ ഞാൻ വരികയായിരുന്നോ? സൗകര്യക്കുട്ടിയെ എല്ലാവരും എവിടെ പോയി? രമേശാ, രമേശാ. അതെ, ആരെയും പുറത്തേക്ക് കാണുന്നില്ലല്ലോ. അകത്തുണ്ടാവും. എന്റെ കാര്യമൊന്നും പറയാൻ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നിനക്ക് 20 ലക്ഷം കിട്ടാനുള്ളതല്ലേ? അതെ, പ്രബലൻ ചേട്ടൻ എന്റെ ഭാര്യക്ക് സ്കൂളിലൊരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാശ് ഉടൻ കൊടുത്തില്ലെങ്കിൽ ആ സീറ്റ് സമർത്ഥന്മാര് കച്ചവടാക്കും. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കില്ല. എല്ലാരും ഞാൻ സംസാരിക്കട്ടെ. ഇല്ലെങ്കിൽ പ്രബലനെ കൂട്ടി വന്ന് നമുക്കിപ്പോ തന്നെ തീരുമാനം ഉണ്ടാക്കാം. എന്നെ ഇപ്പൊ കാണണ്ട, ഞാൻ പുറത്ത് നിൽക്കാം. പുറത്ത്? വീടിന് പുറത്ത്. അതെ, കൂട്ടുകാരൻ മരിച്ചപ്പോ കൂട്ടുകാരന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. മനുഷ്യന്മാർക്ക് വന്നതാണ് ഉൾപ്പുകെട്ട പരിപാടിയൊക്കെ. എനിക്കറിയില്ല. അതാണ് എനിക്കറിയാത്തത്. ഒന്ന് പ്രസവിക്ക പോലും ചെയ്യാത്ത പെണ്ണിനെ കൂടെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് അന്നം തിന്നുന്ന ആർക്കും മനസ്സിലാവും. നീ അത് തിന്നാറല്ലേ? എന്റെ കാര്യമൊന്നും പറയാൻ ആ, നിന്റെ കാര്യം എന്തായാലും പറയണത്. നീ എന്നെ വിളിച്ചു പോയിട്ടുണ്ട്. ഞാൻ പുറത്തുണ്ടോ? ഒന്നോ എന്നെ അറിയാമല്ലേ? ഓ, കണ്ടും കേട്ടും നന്നായിട്ട് അറിയാം. ആ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കും. ഇനി കടുപ്പത്തിൽ തന്നെ ചോദിക്കേണ്ടി വരും. കടുപ്പത്തിൽ തന്നെ ചോദിക്കും. എന്താണ് നസ്രാണിന്റെ ഉദ്ദേശം? നസ്രാണിയല്ലാതെ നീ എന്താ നമ്പൂരിയ? വീട്ടിൽ കയറി വന്ന് ജാതി മരത്തിന്റെ കാട് വെക്കാൻ നോക്കിയ ഇടിച്ച് ഭൂമിയാ കളികളി. അരിയിൽ ആചാര്യത്തിനെ കടിച്ച് നായ നിന്നെ നെല്ലത്തോട്ട് തന്നെയാ പറിച്ച് കാണുന്നത്. ശ്യാമളനെ പൊടിക്കുഞ്ഞാക്ക് മുതൽ കാണുന്നവരാണ്. അവൻ നാട്ടിലോട്ട് കിടന്ന് ചതഞ്ഞ് ചത്തപ്പോ അവന്റെ പെണ്ണിനെ നീ എന്ത് അധികാരത്തിലാ കൂടെ പാർപ്പിക്കുന്നത്?
കാര്യം മനസ്സിലായി. മനസ്സിലായല്ലോ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഒട്ടും വൈകാതെ തോന്നുപോലെ ഇന്നെ തറവാട്ട് വീട്ടിൽ കൊണ്ടുവിടണം. മനസ്സില്ല മനസ്സില്ലെന്ന്. അതവിടെ പോയി ഇടക്ക് മാനസല്ല മാനവും മര്യാദ ഇല്ലാത്തത്. പ്രായത്തെ ബഹുമാനിച്ച് പറയാ. മനുഷ്യൻ മാനസികമായി തകർന്നു നിൽക്കുന്ന നേരത്ത് മനുഷ്യൻ പറ്റില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് വന്നാ ഞാനെന്തൊക്കെ ചെയ്തു. അതിനു മുമ്പ് പോയേ പോയേ പോയേ. ഞാൻ തോന്നുന്നു കണ്ടിട്ടേ പോകും. ഇല്ല, അവളെ കാണാൻ പറ്റില്ല. കൂട്ടുകാരന്റെ 41 കഴിയും മുമ്പ് കൂട്ടുകാരന്റെ പെണ്ണിനെ സ്വന്തം കിടപ്പറ കടച്ചിട്ട് അധികാരം പറയുന്നോടാ. ഞാനെന്തെങ്കിലും ചെയ്ത ചത്തു. പോയേ പോയേ പോയേ. കയ്യാൻ കളിയാ. ഞാൻ അതിനും തയ്യാറാ. എന്നെ അടിച്ച് നിലം പരിച്ചാക്കാൻ പറ്റിയൊരു മരുമകൻ കിട്ടി പ്രബലൻ. ഇപ്പൊ തന്നെ ഞാൻ അവരെയും കൂട്ടിയിട്ട് വരാം. ഭാര്യയെ കൂടാതെ മറ്റൊരു പെണ്ണിനെ കൂടെ പാർപ്പിക്കാനുള്ള ലൈസൻസ് ഈ നാട്ടുകാർ തരികയില്ല. വരാനാ പോകുന്നത്. അതിർത്തിയിൽ ഭീകരന്മാര് നുഴഞ്ഞു കയറും പോലെ എളുപ്പമല്ല പോലെ നാട്ടുമ്പുറത്തെ വേലിയാട്ടം. ഇക്കാര്യത്തില് ഞങ്ങളെപ്പോലുള്ളവരുടെ അത്ര ജാഗ്രത ലോക പോലീസിന് പോലും കാര്യമില്ല. അതുകൊണ്ട് നാട്ടുകാരെ മറന്ന് കളിച്ച കൂട്ടുകാരന്റെ കെട്ടിയോന്നിട്ട് കുരിശാകും. ഇതേപോലെ നാട് നീങ്ങിയാല് ഈ രാജ്യം നിന്നോ? ഓ, പറഞ്ഞൊന്നും പറയാൻ കൊള്ളില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇടിച്ച് പല്ലിയെ കളഞ്ഞാൽ. പ്രാണനെ പോലെ സ്നേഹിച്ചു നഷ്ടപ്പെട്ടതിന്റെ ഷോക്കിൽ നിന്നും ഇനിയും രക്ഷപ്പെടാത്തൊരു പെണ്ണിനെയും ചേർത്ത് എന്തെല്ലാം തോന്നിവസങ്ങൾ പറഞ്ഞു. പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത് പറയുന്നത് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് പേടിച്ച് ജീവിക്കുന്നതിന് അടിമത്തമാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷവും അടിമകളാണ്. സ്വതന്ത്ര ഭാരതത്തിൽ തുടർന്നു വരുന്ന ജീവിത സമ്പ്രദായങ്ങളിൽ പെട്ടുപോയ അടിമകൾ. മറ്റുള്ളവരെന്ത് കരുതുമെന്ന് വിചാരിച്ച് പല മോഹങ്ങളും മൂടിവെച്ച് ജീവിക്കുന്ന മൂടന്മാർ. ശ്യാമിനെയും സൗമ്യയെയും സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച രമേശൻ ശ്യാമിന്റെ മരണശേഷം കൊണ്ട് വരാത്തത് ഈ സമൂഹത്തിന്റെ ദുഷിച്ച ചിന്തകളെ ഭയന്നിട്ട. അല്ലാതെ ഒരു സഹോദരനെ പോലെ സൗമ്യയെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ സമൂഹം കാലാകാലങ്ങളായി തുടർന്നു വരുന്ന മനുഷ്യത്വമില്ലാത്ത അലിഖിതങ്ങളായ തിട്ടൂരങ്ങളെ പേടിച്ചിട്ട. വരും തലമുറയെങ്കിലും അത് പൊളിച്ചെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ മര്യാദകൾ കാണിക്കാതിരിക്കുക. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യപക്ഷത്തിൽ ചിന്തിക്കുക. ശ്യാമ ഓർമ്മയാണെങ്കിലും സൗമ്യ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരിയാണ്. അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആര് വന്നാലും പോടാവുന്നേന്ന് പറയണം. നമുക്ക് നമ്മളെ അറിയാമെങ്കിൽ നമ്മൾ മറ്റാരെയാ പേടിക്കേണ്ടത്? നീ പറഞ്ഞത് ശരിയാ. ഈ ലോകത്ത് ഒറ്റപ്പെട്ട ഒരു സഹോദരിയെ സഹായിക്കുന്നതിന്റെ പേരില് ഈ ലോകം നമ്മളെ കുരിശിലേറ്റുകയാണെങ്കിൽ അങ്ങ് കുരിശിലേറ്റട്ടെ, അല്ലേ? പിന്നല്ലേ, ഉറപ്പായും പലതും പ്രതീക്ഷിക്കാം. ഞാൻ കൂടെയില്ലേ, നീ പതറാതിരുന്നാ മതി. പാവ സൗമ്യ അവളിപ്പോഴും നോർമലായിട്ടില്ല. ഇപ്പോഴും പരിചിതമല്ലാത്തൊരു ജീവിതത്തിലേക്ക് വന്നുപെട്ടതുപോലെ നിഷ്കളങ്കമായി അവൾ നമ്മളെ നോക്കുമ്പോ എന്റെ ഉള്ളൊന്നും പിടയാറുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. നീ എന്നോട് മിണ്ടണ്ട. ഞാൻ പ്രിൻസിനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. സൗമ്യക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തോളൂ. ഈ സൗമ്യയുടെ വീടല്ലേ? നീ എന്തിനാ ഇപ്പൊ എന്നോട് പിണങ്ങിയത്? ഞാൻ ഷോപ്പിലേക്ക് പോവാ. പറ. ഞാനെടുത്തെന്ന് പൊട്ടന്റെ ഞാനത് മറന്നു. കണ്ടോ പ്രിൻസ്? ചോദിക്കണ്ട, പോയി എടുത്തോണ്ട് വാ. ആ പൊട്ട് തൊട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ചില നേരത്തിന് ഓർമ്മല്ല. അപ്പൊ കരഞ്ഞോണ്ടിരിക്കും. ശ്യാമിനെ ഓർമ്മതാവും. നമുക്ക് അവളെ ഒന്ന് കൗൺസിലിംഗിന് കൊണ്ടുപോയത്. അവൾ ഓക്കെ ആവും. എന്നിട്ട് എന്റെ ഷോപ്പിൽ അവിടെ എത്തണം. അത് നല്ലതാ. പിന്നെ വീട്ടിൽ നിന്ന് അമ്മച്ചിക്ക് സുഖമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അയ്യോ, ഇപ്പൊ എങ്ങനെ പോകും? ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ പോയിട്ട് പെട്ടെന്ന് വരാമായിരുന്നു. ഒരു പക്ഷെ അമ്മച്ചിക്ക് എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വിളിക്കുന്നതാവും. പ്രിൻസേ, നിന്റെ റാണിയെ കാണാൻ എന്തൊരു ബ്യൂട്ടി അല്ലേ? പിന്നെ പറയാനുണ്ടോ? എടീ, പ്രിൻസിന്റെ മുന്നിൽ ഒരുങ്ങി സുന്ദരി കുട്ടിയായി നടക്കണം. ഇല്ലെങ്കിലേ
പാതി വഴിയിലിട്ടേച്ച് പോവും. പിന്നെ പിന്നെ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ച പോലെയാവും. എന്റെ റാണിയെ പാതി വഴിയിൽ ഉപേക്ഷിക്കല്ലേ. പകലിങ്ങനെ ഇരുട്ടിൽ തപ്പുന്നത് സഹിക്കാൻ പറ്റുന്നില്ലടോ. ചായ വേണം. വേണ്ട, ഇപ്പൊ കഴിച്ചല്ലോ. അതെന്താ റാണി തരുന്ന ചായ മാത്രമേ കഴിക്കുള്ളൂ? റാണി തരുന്ന ചായയേക്കാൾ എനിക്ക് ഇഷ്ടം എന്റെ ഈ പെങ്ങളെ തരുന്ന ചായയല്ലേ. നീ പോയി ചായ എടുക്ക, ഞാൻ ഷോപ്പിലേക്ക് പോവാ. ആ പിന്നെ പ്രിൻസിന്റെ ചായക്ക് ഈ ഉമ്മയുടെ പത്രം മതി. അതാ പ്രിൻസിന് ഇഷ്ടം. വരട്ടെ. പ്രിൻസിന്റെ ചായക്ക് ഈ ഉമ്മയുടെ മധുരം പോരെ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഇനി അവളെ തനിച്ചാക്കി നീ പുറത്തേക്ക് പോകുന്നു. ഞാൻ എവിടെ പോകാനാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിന്റെ അവരെന്തിനായിരിക്കും വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് അമ്മയൊക്കെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണം. അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. നീ ചെല്ല്. അങ്ങനെ ഒരു അവസരം വന്ന നിനക്ക് പറയാനുള്ള കൂടി ഞാൻ പറയും. നിനക്കറിയാലോ. നീ ചെല്ല്. ചെല്ലടി. ഇതാണ് എന്റെ മരുമകൻ പ്രബലൻ. ഒരു ബുദ്ധിക്ക് തയ്യാറാണെങ്കിൽ തയ്യാറായിക്കോ. എന്താ അമ്മ പോയി പറയുന്നത്? ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ വന്നോളൂ നമ്മളാ. സോറി പ്രിൻസ്, ഞാൻ പ്രബലൻ. ഓ, ശ്യാം പറഞ്ഞറിയാം. നിനക്ക് അറിയാൻ പാടില്ലാത്തായിട്ട് പലതുണ്ട്. അമ്മാവൻ കുറച്ചു നേരം മിണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കാം. പ്രിൻസ്, ശ്യാമിന്റെ തറവാട്ട് വീട് ഞാനൊരു വില പറഞ്ഞിരുന്നു. തന്നില്ലാന്ന് മാത്രമല്ല, ലോകത്തില്ലാത്ത വിലയാവാൻ പറഞ്ഞതാ. അതോടെ ഞാനിത് വേണ്ടാന്ന് വെച്ചതാ. അപ്പോഴാ വേറൊരു മകന്റെ തലയിൽ വന്ന് വീഴ. രമേശാ, മടിച്ചു നിൽക്കാതെ അകത്തേക്ക് വാ. ഇവന്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒത്തു വന്നു. 50 ലക്ഷമാണ് മാനേജ്മെന്റ് ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു 45 തരാമെന്ന് പറഞ്ഞു. ആ വിവരം ഇവനോട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് സ്കൂളിൽ കൊടുക്കാൻ വെച്ചത് 20 ലക്ഷം രൂപ അവൻ ശ്യാമിന് കടം കൊടുക്കണം. സത്യമാണ് പ്രിൻസേട്ടാ. ആ കാശ് ഉടൻ കൊടുത്തില്ലെങ്കിൽ ഈ സീറ്റ് നഷ്ടമാകും. അനഘയോടും അമ്മയോടും പറയാതെ ഞാൻ ശ്യാമേട്ടനെ സഹായിച്ചത്. അത് പെട്ടെന്ന് തന്നില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിൽ കയറാൻ പറ്റത്തില്ല. കേൾക്കുന്നു. ശ്യാമിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുവന്ന് അഭയം കൊടുത്താണല്ലേ പ്രിൻസ്. അപ്പോ ശ്യാമിന്റെ ഈ ബാധ്യത കൂടെ തീർക്കാനുള്ള ഉത്തരവാദിത്വം പ്രിൻസിനെ കാണുമല്ലോ. കൂട്ടുകാരന്റെ കെട്ടിയോളെ അവന് കുടുംബം കിട്ടിയതല്ലേ. രമേശന് 20 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തർക്കമില്ലല്ലോ. അതെങ്ങനെ കൊടുക്കും? അത് ഉണ്ടായിരുന്ന കാശൊക്കെ എടുത്താണ് തങ്ങൾ ഒരു ഷോപ്പ് വാങ്ങിയത്. ഒരു 3-4 ലക്ഷം എവിടെയെങ്കിലും തിരിക്കാം. അതിൽ കൂടുതൽ പറ്റില്ല. ആ തറവാട് വില കിട്ടണ്ടേ രമേശ? 15 ലക്ഷം വരെ ഞാൻ പറഞ്ഞത്. 50 ലക്ഷമാണ് ശ്യാം പറഞ്ഞത്. അതൊന്നും കിട്ടില്ല. കിട്ടണം. എങ്കിലേ രമേശന്റെ കടവും തീർത്ത് സൗമ്യക്ക് എന്തെങ്കിലും കിട്ടും. രമേശന്റെ അവസ്ഥ മനസ്സിലാക്കി 20 ലക്ഷം പറഞ്ഞു. അത് നടക്കില്ല. കുടുംബപരമായി ഒന്നും കിട്ടാനില്ലാത്തവരാണ് സൗമ്യ. മാന്യമായ ഒരു വില പറഞ്ഞാൽ ആ തറവാട് വിൽക്കാം. അല്ലാതെ ആ തറവാട് വിറ്റ് രമേശന്റെ കടവും തീർത്ത് എന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ പെരുവയിൽ ഇറക്കാൻ എനിക്ക് പറ്റില്ല. ശ്യാമന് വിൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നല്ല വില തന്നെ വാങ്ങാൻ വന്നവരൊക്കെ പ്രബലാണ് പറഞ്ഞതെന്ന് ശ്യാമനോട് പറഞ്ഞിട്ടുണ്ട്. ശ്യാം പറഞ്ഞത് വാസ്തവമാണ്. നീ പറഞ്ഞോ, ഞാൻ നിന്റെ കൂട്ടുകാരൻ ശ്യാമ തലകുത്തി പറഞ്ഞിട്ട് അത് വിൽക്കാൻ പറ്റില്ല. നീ വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ല. പ്രബലം വിലയിട്ട വസ്തു വേറെ ഒരുത്തരും വാങ്ങില്ല. അതിനെക്കുള്ള പണി അറിയാവുന്നത് കൊണ്ടാണ് പ്രബലൻ ഈ ഫീൽഡിൽ പ്രബലനായി നിൽക്കുന്നത്. ഒന്ന് സമ്മതിക്കും പ്രിൻസേട്ടാ. രമേശ, ഞാൻ ആ തറവാട് നല്ല വില കൊടുക്കും. നിന്റെ കാശും തരും. പ്രബലൻ ജീവിച്ചിരിക്കാൻ നടക്കില്ല. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാനത് നടത്തും. അപ്പൊ നീ വേറെ ലെവലാണല്ലേ. പക്ഷേ എന്നോട് ഏറ്റുമുട്ടാൻ നീ ആയിട്ടില്ല. നിന്റെ കൂട്ടുകാരന്റെ തറവാട്ട് വീട് എന്റെ പേരിലാകുന്നത് വരെ ഞാൻ വിട്ടുപോയി. ആർക്ക് കൊടുത്താലും നിനക്ക് ഞാൻ തരില്ല. ചായ
എങ്ങനെയുണ്ട്? ഇവര് രാത്രിയിലേക്ക് ഒരു ഭാര്യ പകല് വേണം. ഏയ്, അമ്മാവനെ തൊട്ടാൽ കറി വേറെ. നീ കൂട്ടുകാരന്റെ കെട്ടികളെ ഇവിടെ കൊണ്ട് നിർത്തിയത് ഈ ശരീരത്തിന് റബ്ബർ പാലി കെട്ടി ലാഭം കൊയ്യാനല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്ത് സൂക്ഷിക്കാനാ? നീ ഇവിടെ കൊട്ടാരെന്ന് വെച്ചാൽ വീട്ടിൽ ഇവിടെ കൊണ്ട് നിർത്തിയത് കാഴ്ച വസ്തു പോലെ ഷോക്കേറ്റ് സൂക്ഷിക്കാനല്ലോ. കെട്ടിയോളെ മടിക്കുമ്പോ ഒരു ചേഞ്ചിന് വേണ്ടിയില്ലേ വിധവ ഇവിടെ കൊണ്ട് നിർത്തിയത്. ഈ ആൾക്കാരെ പൊട്ടന്മാരൊക്കെ ഉള്ള തെണ്ടി അവളെ വിട്ടത് ആ കൊട്ടാരത്തിനേക്കാൾ നീല ഞാൻ വാങ്ങിത്തരാം. ഇതെന്റെ ചങ്കിന്റെ പങ്കാളിയാണ്, കൂട്ടുകാരി, സഹോദരി. ഇവിടെ ഒരു ശരീരം മാത്രമല്ല, നമ്മളെപ്പോലെ മനസ്സുള്ള ഒരു മനുഷ്യ ജന്മമായത്. ഇറങ്ങി പൊട്ടി. കൂട്ടുകാരന്റെ കെട്ടിയോളെ നീ അധികം ഓർമ്മിക്കണം. നിന്നെ എവിടെ വലിച്ചു കയറി പൊതു ഭിത്തിയിലൊട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് പ്രബലം. സൗമ്യ ബോധം കിട്ടുന്നില്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നീ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഈ സന്തോഷ വാർത്ത ആദ്യമായി ശ്യാമേട്ടിന്റെ കാതിലല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ശ്യാമേട്ടൻ അച്ഛനാകാൻ പോകുന്നു, ഞാൻ അമ്മയെ. ഈ സന്തോഷം എവിടെയെങ്കിലും ഇരുന്ന് ശ്യാമേട്ടൻ കേൾക്കുന്നുണ്ടാവും എനിക്കറിയാം. ഇപ്പൊ വർദ്ധിച്ച സന്തോഷത്തിൽ എന്നെ വാരിയെടുക്കില്ലായിരുന്നു. ഇതറിയുമ്പോൾ ഇനി എന്തെന്നറിയാതെ നൂലറ്റ പട്ടം പോലെ വല്ലാത്തൊരു ശൂന്യതയിൽ പറക്കുകയായിരുന്നു ഞാൻ.
എന്റെ മനസ്സ് പോലും എന്നെ കൈവിട്ട അവസ്ഥ. ഒരു കുഞ്ഞിനെ പോലെ എന്നെ നോക്കിയത്. നീ നമ്മുടെ കുഞ്ഞായ എന്റെ വയറ്റിലുണ്ടെന്നറിഞ്ഞപ്പോ അവരോടൊരു വാക്ക് പോലും പറയാതെ വല്ലാത്തൊരു ആവേശത്തിൽ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു ഞാൻ. സത്യത്തിൽ ഞാൻ അവരോട് കാണിച്ചത് നന്ദിയാണ്. സോറി ഡാഡി, സോറി ഫ്രണ്ട്സ്. നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു. ഹോസ്പിറ്റൽ ബില്ലടച്ച് തിരിയുമ്പോ തന്നെ കാണുന്നില്ല. പിന്നെ എവിടേക്ക് വെച്ച് പിടിച്ചു? താനിങ്ങോട്ട് പറന്നാണോ വന്നത്? ഡോക്ടർ നവീന സന്തോഷ വാർത്ത കേട്ടപ്പോ സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് പറന്നാ വന്നത്. വല്ലാത്തൊരു ആവേശത്തിൽ. ഇന്ന് കാലത്ത് കണ്ട ആളേ അല്ല സൗമ്യ. വാ, നമുക്ക് വീട്ടിലേക്ക് വാ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട വേണ്ട, സൗമ്യ തനിച്ചൂടെ നിൽക്കണ്ട. തനിച്ചല്ലോ, ശ്യാമേട്ടില്ല എന്റെ കൂടെ. നീ ഇപ്പൊ കരുതോടെ നിൽക്കേണ്ട സമയമാണ്. ആ രമേശിന്റെ വീട്ടുകാർ കാശിന് വരും. മാത്രമല്ല ആ പ്രബലൻ എന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. അവൻ എന്ത് വൃത്തിയുടെ പഠിക്കില്ല. അതുകൊണ്ട് സൗമ്യ ചെറുക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാണ്. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. വല്ലാത്തൊരു ധൈര്യം കിട്ടിയ പോലെയാ. നല്ലത്. പക്ഷെ തൽക്കാലം നീ പതിവ് നിരത്തി നിൽക്കണ്ട. രമേശിന്റെ കട തീർക്കാനുള്ള വഴി ഞാൻ കുറച്ച് ദിവസത്തെ സമയം വേണം. എന്ത് വഴി? അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് വാ. വേണ്ട, അത് ശരിയാവില്ല. എന്താ ശരിയാവട്ടെ? ആ പ്രബലന്മാരെ കണ്ടിട്ടാണോ? മറ്റുള്ളവർ അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ടിട്ട് നമ്മുടെ സ്നേഹവും സൗഹൃദവും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ശ്യാമുള്ളപ്പോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ തുടരും. എന്താ അമ്മച്ചി കൊല്ലയുടെ ഹോസ്പിറ്റലായി. ഇന്നലെ കൂടി വിളിച്ചപ്പോ എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞതാ. നീ ടെൻഷൻ അടിക്കല്ലേ? നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇപ്പൊ പുറപ്പെട്ടാ നാളെ രാവിലെ എത്തില്ലേ? ഞാനും കൂടി വരാം. വേണ്ട, നീ അപ്പം ഇതൊരു യാത്ര ചെയ്യണം. എനിക്ക് സൗമ്യ ഇവിടെ നിൽക്കട്ടെ. അവൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പ്രശ്നം? ഞാൻ ഇവിടെ നിന്നോളാം. അവിടെ വന്നാൽ ശരി. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതിയല്ലോ. ഞാനും എത്തില്ലേ? എനിക്ക് പിന്നെ അങ്ങനെയില്ല. പേടിക്കണ്ട കേട്ടോ. വാതിൽ അടിച്ചിട്ടോളാം. എന്തുണ്ടെങ്കിലും പ്രിൻസിനെ വിളിച്ചാൽ മതി. ആ പിന്നെ എന്തെങ്കിലും ഒരു വീട് കൂട്ടി അങ്ങ് പോന്നേക്കണം. മുമ്പത്തെ പോലെ വീട് കൂട്ടി താക്കാൻ ഇവിടെ വെച്ചേക്കല്ലേ. റാണി സമയം കളയല്ലേ? വാ പോവാ. സൗമ്യ, സൗമ്യ നോക്ക്, ആകാശത്തിലെ ചന്ദ്രന് എന്തൊരു തിളക്കമാണ്. പകലുപോലത്തെ നിലാവ്. ഇന്ന് ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങിയ ദിവസം. നീ നോക്കിക്കോ, ഈ മരുന്ന് ഫലിക്കും, ഉറപ്പാണ്. നീ ഒരു കുഞ്ഞുടുപ്പ് തുന്നി തുടങ്ങിക്കോ. പേടിക്കണ്ട. ഞാനല്ലേ എന്തായാലും സൗമ്യമോ ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നിയല്ലോ. നന്നായി. എന്താന്നറിയില്ല, സൗമ്യമോളെ കാണാതിരിക്കുമ്പോ എനിക്ക് എന്തോ ഇല്ല. അതുകൊണ്ട് ആ പ്രബലനെ കൂട്ടി അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയത്. അതൊന്നും മനസ്സിൽ വെക്കണ്ട. സൗമ്യമോക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്താന്നറിയില്ല, ഈ വിധവകളെ കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു കിട്ടല്, ഒപ്പം ഒരു വീക്കല്. അത് നല്ല തല്ലി കിട്ടാത്തതിന്റെ സുഖം. നിങ്ങൾ പോണം. ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. ഒരുപാട് മരണവും ദുർമരണവും നടന്ന വീടായിരുന്നു. അതുകൊണ്ടായിട്ട് ആരും വാഴാത്തത്. വാങ്ങാൻ വരുന്നവരേക്ക് ഓരോന്ന് പറഞ്ഞ് തിരിച്ചയച്ചത് ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അയ്യോ അയ്യോ അയ്യോ, എന്നെ കുടുംബപ്പെടുത്തല്ലേ. രാത്രിയായി.
എനിക്ക് വാതിലടക്കി അമ്മാവ് പോണം. അല്ല നോക്ക്, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലേ? എനിക്ക് ഭൂതത്തിനെയും പ്രേതത്തിനെയും ഒന്നും പേടിയില്ല. ഇതുപോലെയുള്ള മനുഷ്യരെയാ പേടി. ഞാനേ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാവല് കേട്ടോ. വേണമെന്നില്ല, നിങ്ങൾ പോണം. എന്നെ പറഞ്ഞു വിട്ടിട്ട് പാതിരാത്രി മറ്റവരെ വാതിൽ വന്നു കൊടുക്കാൻ കാണിക്കാം. പറയുന്നതാ കുഴപ്പം. ആ നസ്രാനുണ്ടെന്ന ധൈര്യത്തില് നീ അധികം കളിക്കണ്ട. രണ്ടിന്റെയും കള്ളക്കളി എന്ന പ്രവർത്തനം അവസാനിപ്പിക്കും. നിങ്ങളിപ്പോ പോകുന്നു, അതോ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടണോ? അല്ല, ആരെയും വിളിക്കണ്ട. അന്തസ്സിന് ജീവിക്കുന്ന തറവാട്ടിയാണ്. ഇച്ചിരി പാരമ്പര്യ രോഗമാണ്. അതുകൊണ്ടാ വയ്യാതായിട്ട് ഇങ്ങനെ വരുന്നത്. കുറുക്കൻ ചത്താലും കണ്ണ് കോഴി കുട്ടാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ശാപമുണ്ട്. നോക്കി പഞ്ഞി വെക്കുന്നത് വരെ മണം പിടിച്ച് ഇങ്ങനെ വരും. പോയോ ഈശ്വര, എങ്ങോട്ടാ പോയത്? നാട്ടുകാരെ വന്നു. മോനെ മോനെ ശ്യാമള. നീയോ മരിച്ചു പോയ ചാവ എന്നോട് പറഞ്ഞോ? അവന്റെ ഭാര്യ പണിക്കുറിച്ച് ചക്ക കാട്ടി വെച്ചിട്ട് കാശ അവൻ ആരോടും പറയാതെ നിങ്ങൾക്ക് എടുത്തു തന്നത്. ഈ കാര്യം അനകത്ത് ഇപ്പോഴും അറിയത്തില്ല. ആ പ്രബല സാറിന് സീറ്റനടിയാക്കിയിട്ട് കാശ് കൊടുക്കാതെ വന്നപ്പോ പ്രബല സാർ പറഞ്ഞ ഞാൻ ഇക്കാര്യം അറിയുന്നത്. ഓ, എന്റെ മോൻ നിങ്ങളെ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഇക്കാര്യം രമേശൻ ഞങ്ങളോട് പറയാതിരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികെട്ടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് നീ അവനെ പാട്ടിലാക്കി വെച്ചതാണെങ്കിലോ രമേശൻ അനിയനെ പോലെ എന്നിട്ട് എന്തുകൊണ്ടല്ല കാശ് കൊടുക്കുന്നില്ല? വീട് വിറ്റിട്ട് കൊടുക്കും. എപ്പോ 20 ലക്ഷം രൂപ അവനെ ആ പ്രബലച്ചാറ് പറഞ്ഞു തരുമോ? മര്യാദയുള്ളവരാണെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് വിറ്റ് എന്റെ മോനെ കാശ് കൊടുക്കല്ലേ വേണ്ടത്. ഈ കാര്യം അങ്ങനെ ആണെങ്കിൽ അറിഞ്ഞാൽ അവൾ അവിടെ നാട്ടിലെ പോകും. നിന്റെ കാര്യത്തിൽ എനിക്ക് ചകഞ്ഞാപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് അച്ഛനും വരുന്നത് എന്റെ മോന്റെ ജീവിതമാണ്. രമേശൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അവൻ ഈ വീട്ടിലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഒരിക്കലും ഇവന്റെ കാലത്ത് അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അച്ഛൻ പോയി
എത്ര സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞാലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് എല്ലാവർക്കും ഒരു കാഴ്ച വസ്തുവ. കണ്ണെടുക്കാതെ നോക്കി കള്ള കഥകൾ മെനയും. അപവാദങ്ങളുടെ തീയിൽ പെണ്ണ് വെന്ത് നീറും. പക്ഷെ ഞാൻ തോറ്റു കൊടുക്കില്ല. നിന്റെ ജീവൻ എന്നിലുണ്ടല്ലോ. ഇതൊരു പൊതുകടമല്ലേ? ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടെ മറ്റാർക്കും വരാൻ പാടില്ലേ? ഉടക്കി മൂടി തന്നെയാണല്ലോ. ഉടക്കിയാണല്ലോ പിരിഞ്ഞത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ താനുമായിട്ടൊരു ഫൈറ്റിന് വന്നതല്ല. ഞാനും ഇനി അങ്ങനെയാണെങ്കിൽ പിന്നോട്ട് നിൽക്കയില്ല. അറിയാലോ. മനസ്സിൽ വിട് ചങ്ങാതി. ഞാനിപ്പോ ഒന്നും ഇവിടെ അവതരിച്ചിട്ടില്ല. ഞാൻ ഒന്ന കാര്യം പറ. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഞാനിപ്പോ വന്നത് നിന്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ. ഈ മാസ്റ്റേഴ്സിനെ ഞാൻ എണ്ണം ബഹുമാനിക്കും. സ്ത്രീ വിഷയത്തിൽ നീ ഒരു മാസ്റ്റർ. നിന്നെ സമ്മതിക്കണം. ഓരോന്നിനെയും കൈപ്പിൽ കൊടുക്കാൻ കാണിക്കണം നിന്റെ ഒരു വിരുത്. പെൺ വിഷയത്തിൽ നീ പരുന്താണ്, ഞാൻ ശിശു. സ്വന്തം ഭാര്യയ്ക്ക് പോലും സംശയം കൊടുക്കാൻ തന്നെ ഓരോന്ന് ഒപ്പിച്ചെടുക്കുന്നത്. നിന്നെ തൊഴണം. ഭാഗ്യമാമാനെ തൊഴുതാൽ അതിനൊത്തിരി ഭാഗ്യം നമുക്ക് കിട്ടിയാലോ. സുന്ദരിയായ ഒരു ഭാര്യ, പോരാത്തതിന് സ്പെയറായിട്ട് കൂട്ടുകാരന്റെ ഭാര്യ. നിങ്ങളെനിക്ക് അസൂയ. നിന്നോട് എനിക്ക് അറപ്പ് തോന്നുന്നത്. എടാ, കൂട്ടുകാരന്റെ ഭാര്യയെ സഹോദരിയായി കാണും. ഒരു മാന്യ. എടാ, ഞാനും ഈ നാട്ടുകാരനാണ്. നമ്മളെ കൂടെ ഉള്ളപ്പോഴേ ഇവിടെ ഒരുത്തനും വേറെ ചാടില്ല. ബാക്കിയുള്ളവന്മാരൊക്കെ ഉണ്ണാക്കെന്ന് വെച്ചാ നീ. ഓഹോ, അപ്പൊ സദാചാര പോലീസാണല്ലേ? ആരാ? സൗഹൃദത്തിന്റെ പേരും പറഞ്ഞ് ഇനി അവളെ കാണാൻ പോയാൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കാടി. കരുതിയിരുന്നു. എവിടെ പോയാലും ഞാൻ നിന്റെ പിന്നാലെ എന്നോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ വീട്ടിലേക്ക് വല്ലായിരുന്നു. അയ്യോ, അത് വേണ്ട. എല്ലാവരും ഇപ്പൊ എന്നെ സംശയത്തിലാ നോക്കുന്നത്. എങ്കിൽ നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. റാണി അവിടെ ഇല്ലാത്തപ്പോ അങ്ങോട്ട് വന്ന ആരെങ്കിലും എന്തെങ്കിലും പറയും. എനിക്ക് ഈ ലോകത്തെ പേടിയാ. എന്തിനു പേടിക്കണം? നീ ഇപ്പോഴും എന്റെ കൂട്ടുകാരന്റെ ഭാര്യ. അവനെ മരണം കൊണ്ടുപോയെന്ന് വെച്ച് നിന്റെ മനസ്സിൽ ഒരിക്കലും കൂടെ ഇല്ലെങ്കിലും ശ്യാമേട്ടൻ എന്നും എന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ പലരും പലതും പറയുന്നത് കേൾക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നിനക്ക് നിന്നും വിശ്വാസമില്ലാതായോ? നോക്ക്, ആടിനെ പട്ടിയാക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ആരാണെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. ഇന്നലെ രാത്രി പേടിച്ചിട്ട് ഞാൻ ഉറങ്ങിയില്ല. പ്രിൻസിനെ വിളിച്ചാലോ എന്ന് വിചാരിച്ചേ. എന്നെ വിളിക്കാമായിരുന്നില്ല. എനിക്ക് വിളിച്ച ഏത് പാതിരാത്രിയിലാണേലും പ്രിൻസ് ഓടി വരുമെന്ന് എനിക്കറിയാം. ശ്യാമേട്ടനല്ലാതെ നിങ്ങളെ പരിചയപ്പെടുന്നവരെ എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല.
പ്രിൻസും റാണിയും എനിക്ക് കൂട്ടുകാർ മാത്രമല്ല, കൂടപ്പിറപ്പുകൾ. അത് നമുക്കല്ലേ അറിയും. ഒളിഞ്ഞു നോക്കുന്നവരുടെ കണ്ണിൽ പ്രിൻസും ഞാനും വെറും ആണും പെണ്ണുമല്ലേ. അത് രാത്രിയിൽ ഓടി വന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എഴുതിയാൽ വിളിക്കാതിരുന്ന പറയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്നലെ രാത്രി ചന്ദ്രയെ ചേച്ചി വീട്ടിൽ വന്ന് എന്നെ ഇന്റർവേഷൻ ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ വിളിച്ചിട്ടാണ്. എന്റെ ചാവേണ്ടില്ലാത്തതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഒരു വിധവയെ വാക്കുകൾ കൊണ്ട് വഴിതെറ്റിയവളാക്കാം, വ്യഭിചാരിണിയാക്കാം. ഒരു പെണ്ണിന് ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലേ? സൗമ്യം തെളിയിക്കണം. വെറും വാക്കുകൊണ്ട് തനിച്ച് ജീവിക്കാൻ ഇറങ്ങുന്ന പെണ്ണിനെ വൃത്തികെട്ടവളായി വരച്ചിടുന്നവരെ ചന്ത നോക്കി ചവിട്ടാൻ പഠിക്കണമെന്ന് ഞാനും റാണിയും തന്റെ കൂടെ ഉണ്ടാവും. എന്റെ അമ്മയും നിന്റെ അമ്മയും, എന്റെ ഈ സഹോദരിയും നിന്റെ സഹോദരിയും, എന്റെ പെണ്ണും നിന്റെ പെണ്ണും മുടിയും മുഖമുള്ള വെറും കാഴ്ച വസ്തുവല്ല. ആ ഗദ്ഗതം ആദ്യ സമാഗമത്തിന്റെ നല്ല നായിന്റെ മക്കളെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ നെഞ്ചിരിപ്പാക്കി നിൽക്കുന്നത്. പഞ്ചുകാരെ വെച്ച് നാട്ടുകാരെ പറ്റിക്കാന്ന് വിചാരിച്ചത്. ഇവരുടെ ശേഷിക്കുന്ന യൗവനത്തെ കണ്ടുവച്ചല്ലേ നീ നിന്റെ കൂട്ടുകാരൻ ശ്യാമിനെ നിന്റെ ബൈക്കിൽ നിന്നും കുതിച്ചു വരുന്ന പ്രയോജനത്തിന് മുന്നിലേക്ക് തള്ളി താഴെ കൂട്ടുകാരനെ കൊന്നവനല്ല. ഇവന് കൂട്ടുകാരന്റെ ഭാര്യ സഹോദരിയും കൂട്ടുകാരിയുമാണെങ്കിൽ ഇവരെന്തിനാ ഇവിടെ കയറാൻ ഇവിടെ വന്നത്? ഈ പതിവ്രത എത്ര എന്തിനാ പാത്തും പതിനെയും ഇവിടെ കൊന്നത്? ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ? എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ ചാനൽ ഞാൻ കൊന്നു പറഞ്ഞാൽ അത് വീണ്ടും പറയുന്നവരെ ഞാൻ കൊല്ലും.
താൻ ടെൻഷൻ അടിക്കല്ലേ? പട്ടികളെ കുറച്ചോട്ടെ. ഇവരുടെ ഒന്നും കാഴ്ചപ്പാടിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഇവരെ ഒന്നും തിരുത്താനും പറ്റില്ല. ഞാനും റാണിയും തന്റെ കൂടെ ഉണ്ടാവണോ? നിന്റെ കച്ചവടം നടക്കില്ല. നീ എത്ര കരുക്കൾ നീക്കിയാലും ഞങ്ങളുടെ സൗഹൃദത്തെ തോൽപ്പിക്കാനും നിനക്ക് പറ്റില്ല. നീ തോൽക്കും, എന്നെ ഞാൻ തോൽക്കും. ഓണം നോക്കുന്നേ ഓരോരുത്തി വീട്ടിലില്ലേ കണ്ട പോലെ ഒരിക്കലും മറക്കില്ലേ ഓരെന്തിനും പിന്നെ കണ്ണിൽ നോക്കണ ഓയിന്റെ കൂട്ടിൽ നോക്കണ കുറുക്കനെ പോലെ ഓരെന്തിന് തമ്മിൽ മിണ്ടാൻ ഓടിപ്പായുന്നു. ഈശ്വര, കരണ്ട് ചതിക്കാതിരുന്നാ മതിയായിരുന്നു. ശ്യാമേട്ട, ഞാൻ എല്ലാത്തിനെയും പേടിച്ച് ഭൂമിയിലേക്ക് ഞാൻ കാരണം എന്തൊക്കെ അപവാദങ്ങളാ പ്രിൻസ് സഹിക്കുന്നു. പ്രിൻസും റാണി ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും. എന്റെ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചാണെന്ന് ആലോചിക്കുക. എന്താടി നിന്റെ ശബ്ദത്തിന്റെ ഒരു ടെൻഷൻ? ഒന്നുമില്ല. അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഇത്തിരി ക്രിട്ടിക്കലാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പ്രിൻസിനിപ്പോ നല്ല പേരാണെന്ന് നമ്മൾ പറഞ്ഞു. ആൾക്കൂട്ടത്തിന്റെ നാവ് കെട്ടിയിടാൻ പറ്റില്ലല്ലോ. ഇവിടെ നല്ല ഇടിയും മിന്നലുണ്ട്. ശരിക്കും വീട്ടിൽ നിൽക്കാൻ എനിക്കിപ്പോ പേടിയാ, പ്രത്യേകിച്ച് രാത്രി. നീ പ്രിൻസിനെ വിളിക്കണി. എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കേ? അയ്യോ, അത് വേണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം കേൾക്കുന്നുണ്ട്. ഈ സമയം മനസ്സിന് അധികം പ്രശ്നം കൊടുക്കരുത്. ഞാൻ പ്രിൻസിനെ വിളിച്ച് പറയാം. വേണ്ട റാണി. പ്രിൻസിന്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത വേവലാക്കി മറ്റാർക്കും വേണ്ട. റാണി വേണ്ട. നീ ഫോൺ വെച്ചോ. ഹലോ ഹലോ, അവള് ഫോണ് കട്ടി. ചന്ദ്രേച്ചിനോട് വിളിച്ചോ. ചന്ദ്രേച്ചി ഒന്ന് വരുമോ? പേടിച്ചിട്ടാ ചന്ദ്രേച്ചി. ഞാനിപ്പൊരു മോശപ്പെട്ട പെണ്ണാണ്. എന്റെ ദൈവമേ, എത്ര പെട്ടെന്ന് സൗമ്യ വാദടച്ചിലായിരുന്നു. വലിയ വീട്ടിലുണ്ടായപ്പോ ഞാൻ ഓടിയിട്ട് പോരും. റാണിയുടെ അമ്മച്ചി എനിക്ക് അമ്മച്ചി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ നിന്നത് എന്നെ ഓർത്തു. റാണിക്ക് അമ്മച്ചിയുടെ അസുഖത്തിന്റെ ആശങ്ക നിന്റെ കാര്യത്തില്ല. ശ്യാമില്ലാത്ത സ്ഥിതി നിന്റെ കൂടെ നിൽക്കേണ്ട ഞങ്ങളല്ലേ? സൗഹൃദം എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അറിഞ്ഞാലും കുറിക്കുന്നവർക്ക് മനസ്സിലാവും. റാണി വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഞാനിങ്ങോട്ട് ഓടി വന്നത്. ആരെന്ന് പറഞ്ഞാലും നമ്മുടെ സൗഹൃദവും സാഹോദര്യവും നമുക്കറിഞ്ഞൂടെ? എന്നെ വിളിച്ചുകൂടെ നിനക്ക്? എന്റെ കൂട്ടുകാരന്റെ പെണ്ണല്ലേടി? ഇവിടുത്തെ പല മാന്യന്മാർക്കും അറിയാൻ പാടില്ലാത്ത, ഒരിക്കലും നിർവഹിക്കാൻ പറ്റാത്ത മാനസിക ബന്ധമാണത്. എന്താ
ഒരു പേടിപ്പിക്കുന്ന രൂപത്തിൽ കണ്ടു. ഭൂതമാണെന്നൊന്നും അറിയില്ല, ഞാൻ പേടിച്ചു പോയി. ഇവനാണ് സൗമ്യ വിളിച്ച ഭൂതം. ചേച്ചി, ആ രമേശൻ പറഞ്ഞിട്ട് ചെയ്തതാ. നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ സ്ഥലപ്പിച്ച് പോയാ അവനവർക്ക് കാശ് കിട്ടുമല്ലോ, അതുകൊണ്ട് ചെയ്തു പോയതാണ്. പാപ്പാക്കാം. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഭൂതങ്ങളൊക്കെ ആരുടെങ്കിലൊക്കെ കൊട്ടേഷൻ ആയിരിക്കുന്നു. തന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നത്. എന്റെ പൊന്ന് ചേട്ടൻ ചതിക്കരുത്. ഒരു കുട്ടി ജവാന് വേണ്ടി ചെയ്തു പോയതാണ്. ഓർക്കണം. എപ്പോ പോയത് ഞാൻ? അവൻ രമേശൻ, അവൻ പെട്ടിരിക്കുക. രമേശന്റെ കാര്യത്തിൽ ഇനി പരിഹാരം. രമേശന് കൊടുക്കാനുള്ള 20 ലക്ഷത്തിന്റെ ചെക്ക്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പോലല്ലോ പ്രവൃത്തിയിലും കാണിക്കുന്നേ. കുറെ ദിവസമായി ഇതിന്റെ പിന്നാലുള്ള ഓട്ടത്തിലായിരുന്നു. ഇത്രയും പണം റാണിയുടെ കയ്യിലുള്ള ആഭരണമൊക്കെ വിറ്റു. പിന്നെ വേണമായിരുന്നു 10-12 ലക്ഷം രൂപ. അതെവിടുന്ന് സംഘടിപ്പിച്ചു? അത് വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചത്. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാകും. വേണ്ട വേണ്ട, നമുക്കിടയിൽ വലിപ്പം ചെറുപ്പമില്ല. സൗമ്യയുടെ മുമ്പിൽ കൈകൂപ്പരുത്. പിന്നെ ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ് എനിക്കും കാണിക്കും എന്ത് പ്രസക്തിയാണോ? കള്ളത്തരം കയ്യോടെ പിടിച്ചല്ലോ. കൂട്ടുകാരന്റെ ഭാര്യ ആരാന്നാ പറഞ്ഞേ? സഹോദരിയെ കാണാൻ ഒരുത്തൻ ആരും കാണാതെ പാതിരാത്രിക്ക് മതിലും ചാടി വന്നിരിക്കും. സഹോദരിക്ക് വയറ്റിലുണ്ടെന്നല്ലേ ചന്ദ്രികേച്ചിയെ പറഞ്ഞേ? കെട്ടിയോന്റെ ചാവനത്തരം കഴിഞ്ഞിട്ട് പോരായിരുന്നു അത് അറക്കല്ലിട്. ഇവിടെ വിധവയാണെന്ന് കാത്തിരിക്കരുത്. അനാവശ്യം പറയില്ലേ, അനാവശ്യം പറയില്ലേ. നേരെ പറയുമ്പോ നിനക്ക് സഹിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വയറ്റിലൂടെ എന്റെ ചാവേന്റെ കുഞ്ഞ പിടിക്കപ്പെടുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി നീ ഇനിയും കള്ളം പറയും. 5-10 കൊല്ലം ശ്യാമിന്റെ കൂടെ ജീവിച്ചിട്ട് കുട്ടികളുണ്ടായില്ല. ഒരു 5 നിമിഷം എന്റെ കൂടെ ചെലവഴിച്ചപ്പോ കാര്യം ചൂണ്ടു ചെയ്യണം. എന്നിട്ട് ലൈവ് ഇവിടെ മുഖം മറക്കില്ലേ. ലോകം കാണട്ടെ നിന്നെയും നിന്റെ ജാലനെ. ഇവനോടൊപ്പം അടിക്കണമെന്നില്ലേ?
എവിടെ എവിടെ വേറെ കൊണ്ടുപോയി അർമാദിച്ചു. പക്ഷെ നമ്മളൊക്കെ ഇവിടെ വന്നപ്പോഴേ ഇന്നാട്ടിൽ നടക്കും. എന്താണ് നീയൊന്നും പറയാത്ത? എന്താണ് അറിയുന്നത്? ഞാൻ പറയാം. പ്രിൻസ് എനിക്ക് കൂടെ പിറപ്പിനെ പോലെയുള്ള കൂട്ടുകാരനാണ്. ലിംഗഭേദമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യൻ. നീയൊക്കെ ഒരു 100 ജന്മമെടുത്താലും പ്രിൻസിന് തെറ്റാൻ പറ്റില്ല. ഇത് കണ്ടു, രമേശിന് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപയുടെ ചെക്കാണ്. കൂട്ടുകാരന്റെ ഭാര്യയെ രക്ഷിക്കാൻ റാണി അവരുടെ ആഭരണം വിറ്റും വീട് ബാങ്കിൽ പണയപ്പെടുത്തി ഉണ്ടാക്കിയ പണം. നിങ്ങളുടെ മോനോട് എന്റെ ശാപന്റെ ഭാഗ്യം വേണം. ഞാനിത് അനുഭവയുടെ കയ്യിലെത്തിക്കട്ടെ. അമ്മ പെട്ടെന്ന് വന്നേക്കണം. ഇവർക്ക് വേണ്ടി എത്ര രൂപ വരെ ചെലവഴിക്കും. കൊട്ടാരം പോലത്തെ ഒരു വീടും ഇതുപോലെ മുതലേ ചുളവരെ കിട്ടുകയല്ലേ. നീ ഈ വീട് മാറ്റി ഞങ്ങൾ പോയി പറ്റില്ല. രാജകുമാരാ, പ്രിൻസ് ഇപ്പൊ ഇവിടെ നടന്നതല്ല. നിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്ന് വേണ്ട ഈ ലോകം മുഴുവൻ കണ്ടുക. ഇനി നീ സ്വന്തമായിട്ടങ്ങ് അനുഭവിച്ചു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ മതിയാ. സുഖമല്ലേ? പ്രിൻസേ, ഇനി എന്റെ മുന്നിലേക്ക് ഒരിക്കലും വരരുത്. വന്നാൽ ഞാൻ മരിക്കും. ഞാൻ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരരുത്. എനിക്കിനി നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. എനിക്ക് പോലെ ജീവിതം എന്നെ നിങ്ങൾ ഓർമ്മേ വേണ്ട. ആരായാലും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നവരായിരിക്കില്ല. എന്നെയും സൗമ്യയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത ആഘോഷിക്കുന്നവരാ. നേരറിയാതെ അത് കണ്ടു രസിക്കുന്നവർ. മരണപ്പെട്ട കൂട്ടുകാരന്റെ ഭാര്യയുമായി ഉച്ച ചങ്ങാതിയുടെ അടിഞ്ഞാട്ടം നാട്ടുകാർ കൈയോടെ പിടികൂടി. ഞാനിപ്പോ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കില് മറ്റുള്ളവരുടെ നോട്ടവും മുഖത്തെ അവന്റെ നേരിടാനുള്ള ധൈര്യമില്ലാത്തോണ്ടാ. എനിക്കിപ്പോ പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്. പാവം നിന്റെ സൗമ്യ ഇപ്പൊ എങ്ങനെയായിരിക്കും അവിടെ തനിച്ചു കഴിയാന്ന് എനിക്കറിയില്ല. മരണപ്പെട്ട കൂട്ടുകാരന്റെ ഭാര്യയെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ഈ ലോകത്ത് ഇത്ര വലിയ തെറ്റാണ്. ഈ ലോകം ഇങ്ങനെയായാൽ ഇന്നാട്ടിൽ ബന്ധപ്പെട്ടു പോയൊരു പെണ്ണിനെ സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? ആരെങ്കിലും തയ്യാറാവോ? നമ്മുടെ സൗഹൃദത്തിനിടയിൽ എപ്പോഴെങ്കിലും ജാതിയോ മതമോ ഉണ്ടായിട്ടുണ്ടോടാ? ഈ സമൂഹത്തെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നീയും പേടിച്ചൊളിച്ചോടുകയാണ് ചെയ്യുന്നത്. അല്ല ശാമേ, അല്ല. ഞാനെങ്ങോട്ട് ചെന്നാൽ അവള് മരിച്ചു കളയെന്ന് പറഞ്ഞതുകൊണ്ടാ. അവളുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞ് ഈ ഭൂമി കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്. പ്രിൻസേ, പ്രിൻസേ, വാതിൽ തുറക്ക്. എടാ ഞാൻ സേഫാ, വാതിൽ തുറക്ക്. പ്രിൻസേ, പ്രിൻസേ വാതിൽ തുറക്കാൻ. പ്രിൻസേ വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്നേ? ഞാൻ വരുന്ന വഴിയാ. നീ പോയിട്ട് 3 മാസമല്ലേ ആയുള്ളൂ.
ആ പണിയും കളഞ്ഞോ? എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ സ്നേഹത്തിന്റെ ആഴമായ പേര് പന്നീന്റെ മക്കളായി ചെയ്തത് അത് കണ്ടപ്പോൾ മുതൽ പ്രിൻസിനെ പലവട്ടമുണ്ട്. ഫോൺ എടുത്തില്ല. അള്ളാണ് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. പ്രിൻസും ശ്യാമും ചേർന്നത് ഈ സേഫിയുടെ ജീവിതം തന്നത്. ആ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ഞാൻ പറഞ്ഞെത്തല്ലേ, ഇല്ലെങ്കിൽ പടച്ചു കൊടുക്കുമല്ലോ. അപ്പോ നീ നിന്റെ ജീവിതം കൂടി കളഞ്ഞിട്ടാണ് കൊണ്ട് പോകുന്നതല്ലേ? എനിക്കായിട്ട് എന്ത് ജീവിതം കണ്ടാൽ കൂടപ്പിറപ്പുകൾ പോലും കാണിക്കാത്ത സ്നേഹ നിങ്ങളെന്നോട് കാണിച്ചു. ശ്യാമിപ്പോ കൂടെ ഇല്ലെങ്കിലും മയ്യത്താകുന്നതുവരെ മനസ്സിൽ നിന്ന് പോവുകയാണ്. കയ്യറപ്പില്ലാതെ കൂട്ടുകാരെ സഹായിക്കുന്ന നിങ്ങളെക്കാൾ വലിയ ഒന്നിരിക്കും ഭൂമിയിൽ. ചങ്ങായിമാരത് ചരിത്രം നടന്നാൽ പോലെ ചങ്ക് കൊടുത്തും ചത്തും കൂടണം. എല്ലില്ലാത്ത നാവുകൊണ്ട് ഏതെനപ്പാളിക്ക് എന്ത് തോന്നിയെന്ന് പറയുന്നത് തോന്നൽ അവസാനിപ്പിക്കണം. എങ്കിലേ നമ്മുടെ നാട് നന്നാവും. ഞാൻ ഗൾഫിൽ പോയിരുന്നു. തട്ടം മാത്രം കിടന്നിട്ട് പെണ്ണുങ്ങൾ നാട്ടുകാരത്തിന്റെ പറഞ്ഞുണ്ടാക്കുന്നത് പേടിച്ച് മുഖം കൂടി പുറത്തേക്ക് നടക്കുക. ഇതെല്ലാം കേട്ടിട്ട് നീ ഇങ്ങോട്ട് ചാടിപ്പോന്ന് ശരിയായില്ല സൈഫേ. ഇനി ഒരു ചാൻസ് അവിടെ കിട്ടുമോ? ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ സമയത്ത് നിങ്ങളെ കൂടെ നിൽക്കുന്നു പറയുമ്പോ പടച്ചോ പുറത്താത്തൊരു പച്ച കടക്കുന്നു. എന്താ വയറുകൂടെ നടക്കുന്ന എന്റെ ബാപ്പ വയ്യത്തായിരുന്നു കമ്പനി കടന്നു. പിന്നെ ഓളെ കൊണ്ട് വിളിപ്പിക്കുകയും കൂടി ചെയ്തപ്പോ 2 ആഴ്ച എന്ന് ചേർന്ന് പ്രിൻസ് റാണിയോട് കാണിച്ച നെറുകയൊന്നും ഞാൻ എന്റെ ബാപ്പാനോട് കാണിച്ചിട്ടില്ല. നോക്കണ്ട, റാണി എന്നെ വിളിച്ചിരുന്നു. അവിടെ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. റാണിയുടെ അമ്മച്ചി റാണിയെപ്പോലെ തന്നെ എന്നെ സ്നേഹിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റിയില്ല. മരണപ്പെട്ടപ്പോ അവസാനമായി കാണാൻ പോലും ഞാൻ പോയി. അമ്മച്ചിക്ക് ഒരു അന്ത്യചുമരം കൊടുത്തേച്ചപ്പോന്ന് പറഞ്ഞ് റാണി എന്നെ അവിടെ വിളിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ അഭാവം കയറി മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല സൈഫ്. എനിക്കിപ്പോ പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്. പേടിച്ച് അകത്തിരിക്കേണ്ട വേണം. സോഷ്യൽ മീഡിയയുടെ അപവാദം പരത്തിയവരെ സൈബർ നിയമപ്രകാരം പിടിച്ച് അകത്തിടേണ്ടത്. പ്രിൻസിനെ പേടിച്ച സൗമ്യയുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കറിയില്ല സൈഫെ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. വിളിച്ചു നോക്കിയോ? ഇല്ല. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയുകയാണ്. 2 ദിവസമായിട്ട് സൗമ്യക്ക് വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. സംശയം തോന്നിയ വാതിന്റെ മുന്നിട്ട് അകത്തുനിന്ന് ഒരു അനക്കവുമില്ല. ഉറപ്പാ സൗമ്യക്ക് എന്തോ അവിവേകം കാണിച്ചിട്ടുണ്ട്. ഈ കറിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പോലീസ് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഞാനടക്കം എല്ലാവരും അകത്ത് പോകേണ്ടി വരും. നീ പറഞ്ഞ സത്യമാണെങ്കിൽ സൗമ്യ എന്തെങ്കിലും അവിവേകം കാണിച്ചെങ്കിൽ നീയുടെ കരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. എന്തായാലും നമ്മുടെ സൗമ്യ അവിവേകം കാണിക്കണം. നമ്മളുണ്ടായിട്ട് നമ്മുടെ ശാമിന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് പ്രിൻസേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് വേഗം സൗമ്യയുടെ വീട്ടിലേക്ക് പോവാം. അവിടെ 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആരും വിളിച്ചിട്ട് വിളിയാക്കുന്നു. സൗമ്യ എന്തെങ്കിലും അവിവേകം. സൗമ്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിനക്കെന്നോട് ദേഷ്യമാണെന്നറിയാം. അമ്മച്ചി ഒരു നോക്ക് കാണാൻ ഞാൻ വരേണ്ടതായിരുന്നു. പക്ഷേ പറ്റിയില്ല. എല്ലാം നിനക്ക് അറിവുള്ളതല്ലേ. നീ അതാ വരാതിരുന്നതോടെ നീ തെറ്റാനാണെന്ന് എല്ലാവരും സംശയിച്ചു പറയും. അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഒരു അന്ത്യചുമരം നൽകാൻ ഞാൻ പലവട്ടം നിർബന്ധിച്ചത്. ഇനി നിനക്ക് എന്റെ അമ്മച്ചിയെ കാണാൻ പറ്റില്ലല്ലോ. സംസാരിച്ച് സമയം കളയണ്ടേ? നമുക്ക് സൗമ്യക്ക് എന്താ സംഭവിച്ചെന്നറിയണ്ടേ? സൗമ്യക്ക് എന്ത് സംഭവിച്ചതല്ല, മരണ വീട്ടിൽ നിന്നും ഞാൻ എന്താണ് അനുഭവിച്ചതെന്നാണ് പ്രിൻസ് ആദ്യം അറിയുന്നത്. അമ്മച്ചി മരിച്ചു കിടക്കുമ്പോഴും ഓരോരുത്തരും എന്റെ കാതിൽ വന്ന് ചോദിച്ചത് പ്രിൻസ് മറ്റെവിടെ കൂടെ പോയെന്നായിരുന്നു. അമ്മച്ചിയുടെ മരണത്തെക്കാൾ എന്നെ വേദനിപ്പിച്ചത് അതായിരുന്നു. ഇവരെയെല്ലാം ഞാൻ എങ്ങനെയാ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ പല ചോദ്യങ്ങളും ഉയരില്ലായിരുന്നു. അധികം വൈകും മുമ്പ് തന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളെത്തി എന്നോട് ചേർന്നിരുന്നു. എന്റെ മനസ്സിന് ശക്തി പകർന്നു തന്നു.
ഇവളാണ് എന്റെ പ്രിൻസിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഇവളും എന്നോട് ചേർന്ന് നിന്നപ്പോൾ എല്ലാവർക്കും നിന്റെ പേരോടെ തെറ്റിദ്ധാരണ മാറിക്കിട്ടി. ഇവളെന്റെ അടുത്ത് വന്ന നിമിഷം മുതൽ ഇവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നീ വീട്ടിൽ കയറി വാതിലടച്ചപ്പോൾ ഇവൾ അത്രയും ദൂരം സഞ്ചരിച്ച് എന്റെ അടുത്തെത്തി. അല്ല, അപ്പൊ സൗമ്യയുടെ വീട്ടിൽ പോലീസ് വന്നില്ല? അവിടെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പോലീസ് വന്നത് എന്റെ ജഡം പുറത്തെടുക്കാനാണ്. നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഗത ചെയ്തവരെ അറസ്റ്റ് ചെയ്യാനെത്തിയതാണ് പോലീസ്. ഞങ്ങൾ പോലീസിന് സൈബർ സെല്ലിൽ വ്യക്തമായ തെളിവുകളോടെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ എല്ലാത്തിനും അറസ്റ്റ് ചെയ്തതാണ്. ആത്മഹത്യ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞ് റാണിയുടെ ഫോൺ വന്നത്. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എത്രയും പെട്ടെന്ന് റാണിയുടെ അടുത്തെത്തില്ല. ഞാൻ ആരെയും പേടിക്കാതെ വീടിന് പുറത്തിറങ്ങി. പലരും എന്നെ നോക്കുകയും അടക്കം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും വകവച്ചില്ല. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുമെന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരടി മുന്നോട്ട് നീങ്ങാനാവില്ല. ഞാൻ റാണിയുടെ അടുത്തെത്തിയപ്പോ ഇവളെന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ എനിക്കൊരു പുല്ലും പേടിക്കാനുണ്ടായില്ല. നമ്മുടെ സ്നേഹത്തിന്റെ സുതാര്യത നമുക്കറിയാമെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാണ്? ഞാനിപ്പോ ആലോചിക്കാം, ഈ സമൂഹത്തെ ഭയന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ വീട് കിട്ടിയ ജീവിതം പോയില്ലേ? ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗിയുടെ വാക്കിനും ഭീഷണിക്കും മുമ്പിൽ അവസാനിപ്പിച്ച് കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഈ സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയാം. അത് നമ്മളെ ആരും പഠിപ്പിക്കണ്ട. തെറ്റ് ചെയ്യാത്ത കാലത്തോളം ഒരാളെയും പേടിക്കണ്ടെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ തീരുന്ന സൂക്കേട് ഈ സൊസൈറ്റിക്കുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ മാനത്തിന് നമ്മൾ മാർക്കിട്ടാൽ തീരുന്ന ടെൻഷനെ നമുക്കും ഉണ്ടാകാവൂ. ഇതായിരുന്നു ഫ്രണ്ട്സിന്റെ നിലപാട്. പക്ഷേ ഒരു പ്രതിസന്ധി വന്നപ്പോൾ പതറിപ്പോയി. അതെ, പതറിപ്പോയി. അത് എന്റെ പാതി എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ടാ. നീ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയതോടുകൂടി എന്റെ പാതി ധൈര്യം പോയില്ലേ? സൗമ്യയും റാണിയും എന്നെയും ശ്യാമിനെയും അറിയുന്നതുകൊണ്ടല്ലേ ഞങ്ങളുടെ സൗഹൃദത്തിൽ ഒരിക്കലും ഒരു വിള്ളൽ വീഴാത്തത്? പരസ്പരം അറിയുക എന്ന അറിവിനപ്പുറത്തേക്ക് ഒരറിവും ജീവിതത്തിലില്ല. ജീവിച്ചിരിക്കുന്നവരോട് മരിച്ചവന്റെ വാക്കുകളാണിത്. മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ മണ്ടത്തരങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിച്ചത് എന്നറിയുന്നത്. ജീവിക്കുന്നവനല്ല, മരിച്ചവനാണ് ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ എത്ര ജീവിച്ചാലും മനസ്സിലെ പൈങ്കിളത്തരം നമ്മളെ വിട്ട് പോവില്ല. അതുകൊണ്ടാണ് അവിഹിതം ഏറെ പേർക്കും ഹിതമാകുന്നത്. ആൾക്കൂട്ട മനഃശാസ്ത്രം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ പുതിയ ജീവിത പാഠങ്ങൾ നിർഭയമായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. സ്നേഹത്തിന്റെ നിർവചനവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒറ്റ കണ്ണിലൂടെ കാണുന്നതാണ് നമ്മുടെ ശാപം. കുറച്ചുപേരെ നിയമം കൊണ്ട് ശിക്ഷിച്ചത് കൊണ്ടൊന്നും ഈ മനോലോകം മാറുന്നു. അതിന് മനസ്സു മാറുന്നു. നിർഭയം ജീവിക്കണമെങ്കിൽ നിലപാട് വേണം. ശ്യാമിയുടെ വന്നുപോയത് പോലെ. അതെ, ശരിയാണ്. നടപ്പ് സമ്പ്രദായങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ടാണ് നാം തോറ്റു പോകുന്നത്. മാറണം. ഉപാധിയില്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ നമ്മൾ മാറണം. ഭയം വേണ്ട. മര്യാദകൾ കൊണ്ടുള്ള ജാഗ്രത മതി ഇവിടെ ജീവിക്കാൻ. പ്രിൻസും റാണിയും സൗമ്യയും സേഫും ഒത്തുചേരുമ്പോഴാണ് ഈ മനുഷ്യ ജീവിതം വലിയൊരു കാഴ്ചബംഗ്ലമായി മാറുന്നത്. കൂടപ്പിറപ്പിനെ പോലെ രണ്ടു കൂട്ടുകാർ. പ്രിൻസിന് സേഫിനിവിടെ, ഈ സൗമ്യയുടെ ജീവിതം സേഫാണ്. ഒരുപോലെ ഇവിടെ തമ്മി തുണയാകാം. ഈ തണലിൽ തേൻ കുളിരിൽ സ്നേഹം പങ്കിടാം.